സഹകാരി റൈസ് പ്ലസിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നോക്കുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചാണ്. ഇപ്പോൾ BSc പരീക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഏതെന്ന് പറയുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. കാരണം സ്കൂൾ ടെക്സ്റ്റുകളിലെല്ലാം റിപ്പോർട്ടഡ് സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്ക് 8ാം ക്ലാസ്സിലും അതുപോലെ 9ലും 10ലും +1ലും +2ലും പിന്നെ ഡിഗ്രിക്കെല്ലാം നമ്മൾ ഗ്രാമർ പേപ്പറിൽ പഠിക്കേണ്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മളെ സ്കൂൾ ടെക്സ്റ്റിലെല്ലാം റിപ്പോർട്ട് സ്പീച്ച് 2 മാർക്കിനും അതേപോലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് വരുമ്പോഴത്തേക്കും 2നും 5നും ഇടയിലുള്ള മാർക്കുകൾക്ക് എന്ത് ചോദിക്കാറുണ്ട്, റിപ്പോർട്ട് സ്പീച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകളുടെയും അതുപോലെ തന്നെ ഇൻറ്ററോഗേറ്റീവ് സെന്റൻസുകളുടെയും റിപ്പോർട്ടിംഗ് ആണ് നമുക്ക് സ്കൂൾ ടെക്സ്റ്റുകളിൽ പഠിക്കാനുള്ളത്. കുട്ടികൾക്ക് പഠിക്കാനുള്ളത് സ്റ്റേറ്റ്മെന്റുകളും ഇൻറ്ററോഗേറ്റീവ് സെന്റൻസുകളുടെയും റിപ്പോർട്ടിംഗ് ആണ്. നിങ്ങൾ നോക്കിയാൽ മതി, നമ്മളുടെ ചോദ്യങ്ങളിൽ ബഹുഭൂരിഭാഗം ചോദ്യങ്ങളും സ്റ്റേറ്റ്മെന്റും ഇൻറ്ററോഗേറ്റീവും തന്നെ ആയിരിക്കും. അപ്പോൾ റാൻഡമായിട്ടുമാണ് വളരെ വിരളമായിട്ടാണ് ഇമ്പരേറ്റീവോ എക്സ്ക്ലമേറ്ററിയോ ഒക്കെ ചോദിക്കുന്നത്. അത് നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സ്കൂൾ ടെക്സ്റ്റിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, നമുക്ക് ആ സ്കൂളിലെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം ടോപ്പിക്ക് വളരെ വ്യക്തമായി തന്നെ പഠിക്കുക, ടോപ്പിക്ക് വളരെ കാര്യമായി പഠിക്കുക. വളരെ എളുപ്പമാണ് ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒരു കാര്യവുമില്ല, ഒരു ടേബിൾ നമ്മൾ കാണാതെ പഠിക്കുന്നു. ആ ടേബിളിലുള്ള വാക്കുകൾ ജസ്റ്റ് ഒന്ന് സെൻറ്റൻസിൽ മാറ്റി കൊടുക്കുമ്പോഴത്തേക്കും ആ സെൻറ്റൻസ് റിപ്പോർട്ടായിട്ട് മാറുന്നു. നമ്മൾ ഒരിക്കലും ടെൻസ് ബേസ്ഡ് കണക്റ്റഡ് ആയിട്ടല്ല, ടെൻസ് ബേസ് ചെയ്തിട്ടല്ല റിപ്പോർട്ട് സ്പീച്ച് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിലല്ല, സെൻറ്റൻസുകൾ ഓരോന്നായിട്ടല്ല പഠിപ്പിക്കുന്നത്. നമ്മൾക്ക് ടെൻസിൻ്റെ ബന്ധമില്ലാണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. പരീക്ഷകളിൽ ഒരിക്കലും തന്നിരിക്കുന്ന സിമ്പിൾ പ്രസൻ്റ് ആണ്, അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യുക എന്നൊരിക്കലും ഒരു പരീക്ഷയിലും ചോദിക്കാറില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ പഠിക്കേണ്ട കാര്യവുമില്ല. കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ല. വളരെ ലളിതമായി തന്നെ റിപ്പോർട്ട് സ്പീച്ച് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എന്താണ് ഈ റിപ്പോർട്ട് സ്പീച്ച് എന്ന് പഠിക്കുക. അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, ഞാൻ ഇതിലുള്ള ഒരാളോട് ഒരു കാര്യം പറഞ്ഞു. ആ ഒരു കാര്യം അദ്ദേഹം മറ്റൊരാളോട് പോയി പറയും. ഞാൻ പറഞ്ഞ ആ കാര്യം മറ്റൊരാളോട് പോയി സംസാരിക്കുന്നു. ഡയറക്റ്റായിട്ട് സംസാരിച്ച കാര്യത്തെ ഇൻഡയറക്റ്റായിട്ട് പറയുന്നു. ഇപ്പം ഞാൻ ഇതിൽ കാണുന്ന അരുണിനോടൊരു കാര്യം പറയുകയാണ്. എടാ, ഞാൻ ഇന്നലെ പഠിപ്പിക്കാൻ പോയിരുന്നു. പോയി എന്ന് പറഞ്ഞ കാര്യം അരുണ് മറ്റൊരാളോട് പോയി പറയുമ്പം സാറ് അരുണിനോട് പറഞ്ഞു, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞു, സാറ് ഇന്നലെ പഠിപ്പിക്കാൻ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെറിയ മാറ്റങ്ങൾ, ഞാൻ ഇന്നലെ പഠിപ്പിക്കാൻ പോയെന്ന് പറഞ്ഞത് നീ പറയുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറി, സാറ് ഇന്നലെ പഠിപ്പിക്കാൻ പോയിരുന്നു എന്നായിട്ട് മാറ്റുന്നു. ആ ഒരു ചെറിയ മാറ്റമാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാനും അരുണുമായി സംസാരിക്കുന്ന കാര്യം മൂന്നാമതൊരാൾ, തേർഡ് പേഴ്സൺ കേട്ടിട്ട് ആ ആള് വേറൊരാളോട് സംസാരിക്കുന്നു പറയും. അല്ലെങ്കിൽ അങ്ങേര് അല്ലെങ്കിൽ സാറ് എന്ത് ചെയ്യുന്നു, ഇന്ന ആളോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതിനെയും റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയാം. അതായത് ഡയറക്റ്റായിട്ട് സംസാരിച്ച കാര്യത്തെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ടേബിൾ അങ്ങ് കാണാതെ പഠിക്കുന്നു. ആ ടേബിൾ നിങ്ങളിപ്പോൾ എന്നോടൊപ്പം തന്നെ അങ്ങ് പഠിച്ചു മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് ആ ടേബിൾ വച്ച് തന്നെ നമ്മൾ എല്ലാ തരം സെൻറ്റൻസുകളും റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ പഠിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് സെൻറ്റൻസ് ബേസിലാണ് പഠിക്കുന്നത്. നമുക്ക് 4 ടൈപ്പ് സെൻറ്റൻസുകളാണ്: സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ ഇൻറ്ററോഗേറ്റീവ്, അതുപോലെ എക്സ്ക്ലമേറ്ററി, അതുപോലെ ഇമ്പരേറ്റീവ്. ഈ 4 ടൈപ്പ് സെൻറ്റൻസുകളുടെ റിപ്പോർട്ടിംഗ് ഇപ്പോഴേക്ക് റിപ്പോർട്ട് സ്പീച്ച് തീരുന്നു. 4 ടൈപ്പ് സെൻറ്റൻസുകളുടെ റിപ്പോർട്ടിംഗ്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുമ്പോൾ തന്നെ ഏകദേശം 10-50% റിപ്പോർട്ട് സ്പീച്ച് നമ്മൾ പഠിച്ചു കഴിയും. ഇൻറ്ററോഗേറ്റീവ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 80-90%. പിന്നെ ഒരു 10%, 15% മാത്രമേ ഉള്ളൂ എക്സ്ക്ലമേറ്ററിയും ഇമ്പരേറ്റീവും. ഓക്കെ, അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ടേബിൾ പഠിക്കാം. അപ്പോൾ നമ്മൾ എന്താന്ന് പറഞ്ഞു, ഡയറക്റ്റായിട്ട് സംസാരിച്ച കാര്യത്തെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുന്നു. ആകെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 4 ടൈപ്പ് സെൻറ്റൻസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ 4 ടൈപ്പ് സെൻറ്റൻസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടേബിൾ ഇപ്പോഴേ കാണാതെ പഠിക്കുന്നു. ആ ടേബിൾ, അതായത് ചില വാക്കുകളുടെ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ, ചില വാക്കുകളൊന്നുമില്ല പിള്ളേരെ. നമുക്ക് എന്ത് തന്നിരിക്കുന്ന ഓക്സിലറിയുടെ ചെറിയൊരു ഷിഫ്റ്റിങ്, ഓക്സിലറിയുടെ പ്രസൻറ്റും പാസ്റ്റുമാണ് ഈ പഠിക്കുന്നത്. അത് വലിയൊരു കാര്യമായിട്ടൊന്നും നോക്കേണ്ട കാര്യമില്ല, വളരെ ലളിതമാണ് അല്ലേ. അപ്പോൾ തന്നിരിക്കുന്ന ഓക്സിലറിയെ പാസ്റ്റിലേക്ക് മാറ്റുന്നു, ചില വാക്കുകളുടെ പാസ്റ്റ് ഫോം പഠിക്കുന്നു. അത്രയേ ഉള്ളൂ. ആ ടേബിൾ വെച്ചിട്ട് നമ്മളങ്ങ് എല്ലാ സെൻറ്റൻസുകളും റിപ്പോർട്ട് ചെയ്തു. ആദ്യം എന്നോടൊപ്പം ആ ടേബിൾ പഠിക്കുക,
നോക്കിയേ, പഠിച്ചേ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ റിപ്പോർട്ടിംഗ് റൂളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഇത് വെച്ചിട്ടാണ് എല്ലാ സെന്റൻസുകളും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു ടേബിൾ വെച്ചിട്ടാണ് എല്ലാ സെന്റൻസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ റിപ്പോർട്ടിംഗ് റൂൾ പാലിക്കുക എന്നേ പറയുള്ളൂ. അപ്പോൾ എന്താണ് റിപ്പോർട്ടിംഗ് റൂൾ നിങ്ങൾ എന്ത് ചെയ്യുന്നൂടെ, ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും ചാടിക്കയറി പറഞ്ഞോളാം. അപ്പോൾ എവിടെ നിന്ന് ചോദിച്ചാലും എങ്ങനെയാണെങ്കിലും പറഞ്ഞോണം. അപ്പോൾ അതുകൊണ്ട് എന്നോടൊപ്പം ഉറച്ച് വിളിച്ച് പറഞ്ഞ് പഠിക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. നോക്കിയേ കുട്ടികളെ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഈസ് അല്ലെങ്കിൽ ആം ഉണ്ടാന്ന് നോക്കണം. എന്തുണ്ടാന്ന് നോക്കണം കുട്ടികളെ? ഈസ് അല്ലെങ്കിൽ ആം ഉണ്ടാന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ പറയുമ്പോൾ അതിനെ മാറ്റിയിട്ട് വാസാക്കുക. ഈസ് ആം വന്നിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന അവസരത്തിൽ എന്താക്കി കൊടുക്കുക? വാസാക്കുക. ഒന്ന് പറഞ്ഞേ, ഈസ് ആം ഒന്ന് എന്താക്കുക? വാസ്. അതായത് ഈസ് ആമിന്റെ പാസ്റ്റ് ആണ് ഏതെന്ന് പറയുന്ന കുട്ടികളെ? വാസ് എന്ന് പറയുന്നത്. ആറാണെങ്കിൽ എന്താക്കി കൊടുക്കുക? വേറാക്കി കൊടുക്കുക. ആറാണെങ്കിൽ വേറാക്കുക. രണ്ട് കാര്യം ഒന്ന് പറഞ്ഞേ. ഈസ് ആമാണെങ്കിൽ വാസാക്കുക, ആറാണെങ്കിൽ വേറാക്കുക. ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് വന്നിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ ഹാഡ് ആക്കി കൊടുക്കുക. ഹാസ് ഹാവ് ആണെങ്കിൽ എന്താക്കി കൊടുക്കുക? ഹാഡ് ആക്കി കൊടുക്കുക. ഇനി നോക്കി, ഹാഡ് ആണ് വരുന്നതെങ്കിൽ ഹാഡ് തന്നെ എഴുതുക. ഹാർഡ് ആണെങ്കിൽ ഹാർഡ് തന്നെ എഴുതുക. അപ്പൊ ഒന്ന് പറഞ്ഞേ, ഈസ് ആമാണെങ്കിൽ വാസാക്കുക, ആറാണെങ്കിൽ വേറാക്കുക, ഹാസ് ഹാവ് ആണെങ്കിൽ എന്താക്കുക? ഹാഡ് ആക്കുക, ഹാഡ് ആണെങ്കിൽ എന്ത് തന്നെ ആക്കുക? ഹാഡ് തന്നെ എഴുതുക. ഇനി തന്നിരിക്കുന്ന ചോദ്യത്തില് വാസ് അല്ലെങ്കിൽ വേറാണ് വരുന്നതെങ്കിൽ അതിനെ മാറ്റിയിട്ട് വാസിനെ വേറിനെ മാറ്റി അതിന്റെ സ്ഥാനത്ത് എന്താക്കുക? ഹാഡ് ബീൻ ആക്കുക. വേറെ ഒരു വാക്കും മാറ്റണ്ട, അതിൽ കിടക്കുന്ന വേറെ വാക്കുകൾ മാറ്റണ്ട, വെർബൊന്നും മെയിൻ വെർബൊന്നും മാറ്റണ്ട. അപ്പൊ തന്നിരിക്കുന്ന ചോദ്യത്തിൽ വാസോർ വേറാണ് വരുന്നതെങ്കിൽ എന്താക്കി കൊടുക്കുക? ഹാഡ് ബീൻ ആക്കുക. വാസോർ വേറാണെങ്കിൽ ഹാഡ് ബീൻ ആക്കുക. ഇനി വില്ലാണെങ്കിൽ എന്താക്കി കൊടുക്കുക കുട്ടികളെ? ഉഡാക്കുക. അതുപോലെ ഷാളാണെങ്കിൽ എന്താക്കുക? ഷുഡാക്കുക. വില്ലാണെങ്കിൽ ഉഡ്, ഷാളാണെങ്കിൽ ഷുഡ്. ഒരു തവണയും കൂടെ എന്നോടൊപ്പം പറഞ്ഞേ. ഈസ് ആമാണെങ്കിൽ എന്താക്കുക? വാസ്. ആറാണെങ്കിലോ വേറ്. ഹാസ് ഹാവ് ആണെങ്കിൽ ഹാഡ്. ഹാഡ് ആണെങ്കിൽ എന്ത് തന്നെ എഴുതാൻ പറഞ്ഞു? ഹാഡ് തന്നെ എഴുതാൻ പറഞ്ഞു. വില്ലാണെങ്കിൽ ഉഡ്, ഷാളാണെങ്കിൽ ഷുഡ്. വാസ് അല്ലെങ്കിൽ വേറാണെങ്കിൽ ഹാഡ് ബീൻ ആക്കുക. ഇതൊന്ന് ശ്രദ്ധിച്ചോണേ. വാസോർ വേറാണെങ്കിൽ എന്താക്കാൻ പറഞ്ഞു കുട്ടികളെ? ഹാഡ് ബീൻ ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. വാസോർ വേറാണെങ്കിൽ ഹാഡ് ബീൻ ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. വാസോർ വേറെ ഒന്ന് ശ്രദ്ധിച്ചോണേ. വാസോർ വേറാണെങ്കിൽ ഹാഡ് ബീൻ ആക്കുക. ഇനി ഞാൻ ചെറിയ കുറച്ച് സെന്റൻസുകൾ പറയാം. നിങ്ങൾ ആ സെന്റൻസ് ഒന്ന് റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് പറഞ്ഞു നോക്കിയേ. ഹി ഈസ് ഗോയിങ് ടു സ്കൂൾ. ഹി ഈസ് ഗോയിങ് ടു സ്കൂൾ റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞ് സെന്റൻസ് റിപ്പോർട്ടിംഗ് ആണ്, വേറെ ഒന്നും മാറ്റണ്ട. ഹി ഈസ് ഗോയിങ് ടു സ്കൂൾ. ഈസിന്റെ സ്ഥാനത്ത് എന്തായി കൊടുക്കണം കുട്ടികളെ? വാസാക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടുന്നു? ഹി വാസ് ഗോയിങ് ടു സ്കൂൾ റിപ്പോർട്ടായി. ഇനി നമ്മൾ സെറ്റ് ദാറ്റ് ചേർക്കുന്ന കാര്യമാണ് അടുത്ത സെന്റൻസുകളുടെ കാര്യത്തിൽ പറയുന്നത്, അതും കൂടെ ഉള്ളൂ. അപ്പൊ ഹി വാസ് ഗോയിങ് ടു സ്കൂൾ. ഇനി ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ് റിപ്പോർട്ട് ചെയ്താണ് കുട്ടികളെ? ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞേ. ആറിനെ മാറ്റി എന്തായി കൊടുക്കാൻ പറഞ്ഞു? വേറാക്കാൻ പറഞ്ഞു. അപ്പൊ ദേ വെയർ പ്ലേയിങ് ക്രിക്കറ്റ് അല്ലേ? ഹി ഹാസ് റിട്ടൺ എ നോവൽ റിപ്പോർട്ട് ചെയ്താണ് കുട്ടികളെ? ഹി ഹാസ് റിട്ടൺ എ നോവൽ. എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? ഹി ഹാഡ് റിട്ടൺ എ നോവൽ. ദേ ഹാവ് റിട്ടൺ എ നോവൽ. എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ കുട്ടികളെ? ദേ ഹാഡ് റിട്ടൺ എ നോവൽ. അതുപോലെ ഹി ഹാഡ് സങ് എ സോങ്. ഹി ഹാഡ് സങ് എ സോങ് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ എന്ത് തന്നെ? ഹാഡിൽ മാറ്റം ഉണ്ടോ? ഇല്ല, ഹാഡ് തന്നെ എഴുതാം. ഹി ഹാഡ് സങ് എ സോങ്. ഇനി നോക്കിയേ, ഹി വാസ് ഗോയിങ് ടു സ്കൂൾ. ഹി വാസ് ഗോയിങ് ടു സ്കൂൾ റിപ്പോർട്ട് ചെയ്ത വാസിനെ മാറ്റിക്കിട്ട് എന്താക്കാൻ പറഞ്ഞു? ഹാഡ് ബീൻ ആക്കാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടുന്നു? ഹി ഹാഡ് ബീൻ ഗോയിങ് ടു സ്കൂൾ. ഹി ഹാഡ് ബീൻ ഗോയിങ് ടു സ്കൂൾ. അതുപോലെ ദേ വെയർ പ്ലേയിങ് ഫുട്ബോൾ. ദേ വെയർ പ്ലേയിങ് ഫുട്ബോൾ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ എന്താക്കാൻ പറഞ്ഞു കൂട്ടല്ലേ? ഹാഡ് ബീൻ ആക്കുക. ദേ ഹാഡ് ബീൻ പ്ലേയിങ് എ ഫുട്ബോൾ. ഓക്കെ, അടുത്ത് നോക്കിയേ. ഹി വിൽ സിംഗ് എ സോങ്. എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? ഹി വുഡ് സിംഗ് എ സോങ്. ഹി വുഡ് സിംഗ് എ സോങ് അല്ലേ? അതേപോലെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ദേ ഷാൾ ഗോ ടു സ്കൂൾ. എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? ദേ ഷുഡ് ഗോ ടു സ്കൂൾ. ഒരു തവണയും കൂടെ ബോഡി നോക്കി ഒന്ന് പറഞ്ഞേ, ഉറച്ചു പറഞ്ഞേ. ഈസ് ആമാണെങ്കിൽ എന്താക്കുക? വാസാക്കുക. ആറാണെങ്കിലോ വേറ്. ഹാസ് ഹാവ് ആണെങ്കിൽ ഹാഡ്. ഹാഡ് ആണെങ്കിൽ എന്ത് തന്നെ എഴുതുക? ഹാഡ് തന്നെ എഴുതുക. അതുപോലെ വാസോർ വെയർ ആണെങ്കിലോ ഹാഡ് ബീൻ ആക്കുക. വില്ലാണെങ്കിൽ വുഡ്, ഷാളാണെങ്കിൽ ഷുഡ് ആക്കുക. ക്ലിയർ ആണോ കുട്ടികളെ? ക്ലിയർ ആണോ? അടുത്തതിലേക്ക് പോവാം. നോക്കിയേ, അടുത്ത് അതിന്റെ ബാലൻസ്. ക്യാൻ ആണെങ്കിൽ എന്തായി കൊടുക്കുക കുട്ടികളെ? കുഡാക്കി കൊടുക്കുക. ക്യാൻ ആണെങ്കിൽ കുഡാക്കുക. നിങ്ങൾ കാണാതെ പഠിക്കണ്ട, നമുക്ക് ഏറ്റവും അവസാനം ഞാൻ എൻ്റെ ഒരു ഷോർട്ട് ഫോം പറഞ്ഞുതരും, ചെറിയൊരു രീതി പറഞ്ഞുതരും. ഓക്കെ, ഇത്തിരി അറിയാന്നുള്ള കുട്ടികൾക്ക് അത് പഠിച്ചാലും മതി.
ക്യാൻ ആണെങ്കിൽ കുഡ് ആക്കുക, അതുപോലെ മേ ആണെങ്കിൽ എന്താക്കുക കുട്ടികളെ, മൈറ്റ് ആക്കുക. മേ ആണെങ്കിൽ മൈറ്റ് ആക്കുക. മസ്റ്റ് ആണെങ്കിൽ എന്താക്കുക, ഹാഡ് ടു ആക്കുക. മസ്റ്റ് ആണെങ്കിൽ ഹാഡ് ടു ആക്കുക. ഒന്ന് പറഞ്ഞേ, ക്യാൻ, കുഡ്, മേ ആണെങ്കിലോ മൈറ്റ്, മസ്റ്റ് ആണെങ്കിലോ ഹാഡ് ടു ആക്കുക. മസ്റ്റ് ആണെങ്കിൽ ഹാഡ് ടു ആക്കുക. അതുപോലെ V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ്, അല്ല എങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന സെന്റൻസ്. ഒന്ന് പറഞ്ഞേ, ഉറച്ചു പറഞ്ഞേ. അതായത് സിമ്പിൾ പ്രസന്റ് V1 മാത്രം വരുന്ന സെന്റൻസ്, അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ്, വാക്സ്, ഈറ്റ്സ്, സിങ്സ്, ഇങ്ങനെയൊക്കെ വെർബുകൾ വരുന്ന സെന്റൻസ്, അല്ലെങ്കിൽ ഓക്സിലറി ആയിട്ട് ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന സെന്റൻസ്. ഇതിനെല്ലാം മാറ്റുക. ഇതെല്ലാം മാറ്റിയിട്ട് അതിന്റെ സ്ഥാനത്ത് എന്താക്കി കൊടുക്കാം, V2 ആക്കാം. ഒന്ന് പറഞ്ഞേ, V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ്, ഡു അല്ലെങ്കിൽ ഡസ് എന്ത് ചെയ്യുന്നൂടെ, ഡസ് വരുന്ന സെന്റൻസുകളാണെങ്കിൽ ഇതെല്ലാം മാറ്റിയിട്ട് അതിന്റെ സ്ഥാനത്ത് എന്താക്കുക, V2 ആക്കുക. അടുത്ത് നോക്കിയേ, V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെന്റൻസ് ആണ്. ഞാനതിപ്പോൾ എഴുതും, സെന്റൻസ് ഇപ്പോൾ ബോർഡിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് തിരുത്തി പറയാൻ പറ്റും. V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെന്റൻസ് ആണ് എങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ V2നെയും ഡിഡിനെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഹാഡ് പ്ലസ് V3 ആക്കി കൊടുക്കുക. എന്തായി കൊടുക്കുക, ഹാഡ് പ്ലസ് V3. ഇപ്പോൾ വാക്ഡ് എന്ന് വരുന്ന സെന്റൻസ് ആണെങ്കിൽ ഹാഡ് വാക്ഡ് ആക്കി കൊടുക്കുക. മനസ്സിലായ? സാങ് എന്ത് ചെയ്യുന്നൂടെ, സാങ് എന്ന് വരികയാണെങ്കിൽ ഹാഡ് സങ് ആക്കുക. ദേ സാങ് എ സോങ്, ദേ ഹാഡ് സങ് എ സോങ്, V2. മനസ്സിലായ? അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞേ, ക്യാൻ ആണെങ്കിൽ എന്താക്കുക, കുഡ്, മേ ആണെങ്കിലോ മൈറ്റ്, മസ്റ്റ് ആണെങ്കിലോ ഹാഡ് ടു, V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ്, ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന സെന്റൻസുകളാണെങ്കിൽ ഇത് ഒഴിവാക്കിയിട്ട് വെർബിന് എന്താക്കി കൊടുത്താൽ മതി കുട്ടികളെ, V2 ആക്കിയാൽ മതി. ഡൂവിനെയും ഡസിനെയും എടുത്ത് കളയുക, V1നെയും എസ്സിൽ അവസാനിക്കുന്ന വെർബിനെയും മാറ്റിയിട്ട് അതിന്റെ സ്ഥാനത്ത് V2 ആക്കിയാൽ മതി. ഇനി V2 അല്ലെങ്കിൽ ഡിഡ് ആണ് വരുന്നത്, അതായത് സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹാഡ് പ്ലസ് V3 ആക്കുക. അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുക, നമുക്ക് ടെൻസ് ബേസ്ഡ് ഒന്നും പറയണ്ട, ഹാഡ് പ്ലസ് V3 ആക്കുക. ഇനി നോക്കിയേ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ നൗ എന്നുണ്ടെങ്കിൽ, നൗ എന്ന വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ദെൻ ആക്കി കൊടുക്കുക. ചില വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുമ്പം അതിന്റെ പാസ്റ്റ് ഫോം എഴുതണം. അത്തരം വാക്കുകളാണ് ഈ പറയുന്നത്. നൗ ആണെങ്കിൽ ദെൻ ആക്കി കൊടുക്കുക. എല്ലാ സെന്റൻസിലും വരണമെന്നില്ല, ചില സെന്റൻസുകളിൽ വരാം. നൗ ആണെങ്കിൽ ദെൻ ആക്കുക. ഹിയർ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്താക്കി കൊടുക്കട്ടില്ലേ, ദെയർ എന്നാക്കുക. ഹിയർ ആണെങ്കിൽ ദെയർ ആക്കുക. ദസ് ആണെങ്കിൽ സോ ആക്കുക. ദസ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്താക്കുക കിട്ടൂലേ, സോ ആക്കി മാറ്റുക. ദസ് ആണെങ്കിൽ സോ ആക്കുക. ദിസ് ആണെങ്കിൽ എന്താക്കുക, ദാറ്റ് ആക്കുക. ദിസ് ആണെങ്കിൽ ദാറ്റ് ആക്കുക. ഒന്ന് പറഞ്ഞേ, നൗ ദെൻ ആക്കുന്നു, ഹിയർ ദെയർ ആക്കുന്നു, അതുപോലെ ദസ് സോ ആക്കുന്നു, ദിസ് ദാറ്റ് ആക്കുന്നു. അപ്പൊ നോക്കിയേ, ഹി ക്യാൻ സോൾവ് ദ പ്രോബ്ലം. ഹി ക്യാൻ സോൾവ് ദ പ്രോബ്ലം എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, എങ്ങനെ പറഞ്ഞേ, ക്യാനിനെ മാറ്റിയിട്ട് എന്താക്കാൻ പറഞ്ഞു, കുഡ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, ഹി കുഡ് സോൾവ് ദ പ്രോബ്ലം. കറക്റ്റ് ആണ്. ഇനി ദേ മേ ഗോ ടു സ്കൂൾ, ദേ മേ ഗോ ടു സ്കൂൾ റിപ്പോർട്ട് ചെയ്താണ് കൂട്ടില്ലേ, മേ മാറ്റിയിട്ട് എന്താക്കാൻ പറഞ്ഞു, മൈറ്റ് ആക്കാൻ പറഞ്ഞു. ദേ മൈറ്റ് ഗോ ടു സ്കൂൾ. ദേ മസ്റ്റ് സിംഗ് എ സോങ്, ദേ മസ്റ്റ് സിംഗ് എ സോങ് റിപ്പോർട്ട് ചെയ്താണ് കൂട്ടില്ലേ, ദേ ഹാഡ് ടു സിംഗ് എ സോങ്, ദേ ഹാഡ് ടു സിംഗ് എ സോങ്. ദേ ഗോ. നോക്ക് അടുത്തത് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ്, ദേ ഗോ, ദേ ഗോ ടു സ്കൂള്, ദേ ഗോ ടു സ്കൂൾ റിപ്പോർട്ട് ചെയ്താണ് കൂട്ടില്ലേ. നോക്കടോ, ഗോ എന്ന് പറയുന്ന V1 ആണ്, വന്നു കഴിഞ്ഞാൽ എന്താക്കാൻ പറഞ്ഞു, V2 ആക്കാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടുന്നു കൂട്ടില്ലേ, ദേ ഗോയുടെ V2 ഏതാ, വെന്റ്. ദേ വെന്റ് ടു സ്കൂള്, ദേ വെന്റ് ടു സ്കൂള് റിപ്പോർട്ടായി. ഇത്രേ ഉള്ളൂ. അടുത്ത് നോക്കിയേ, ദേ അല്ലെങ്കിൽ ഹി ഗോസ്, ഹി ഗോസ് ടു സ്കൂള്, ഹി ഗോസ് ടു സ്കൂള്, ഹി ഗോസ് ടു സ്കൂൾ റിപ്പോർട്ട് ചെയ്താണ് കൂട്ടില്ലേ, ഹി ഗോസ് ടു സ്കൂൾ. എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം, ഗോസ് എന്ന് പറയുന്ന എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഇല്ലേ, എന്താക്കാൻ പറഞ്ഞു, V2 ആക്കാൻ പറഞ്ഞു. ഇപ്പൊ നമുക്ക് ഗോയുടെ V2 ഏതാണ്, ഗോസിന്റെ V2 വെന്റ്. ദേ അല്ലെങ്കിൽ ഹി വെന്റ് ടു സ്കൂൾ, ഹി വെന്റ് ടു സ്കൂൾ. ഇനി നമ്മൾ അടുത്ത് പറഞ്ഞ എന്താ, ഡു അല്ലെങ്കിൽ ഡസ് വന്നാലും V2 ആക്കാൻ പറഞ്ഞു. അപ്പൊ നമുക്കതാ ഇങ്ങനെയാണ് ചോദ്യം കിടക്കുന്നത്, ദേ ഡു ഗോ ടു സ്കൂള്, ദേ ഡു ഗോ ടു സ്കൂള്. എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ കൂട്ടില്ല, നിങ്ങൾ തന്നെ പറ. നോക്ക്, ഡു വരുന്ന സെന്റൻസ്, ഡു ഒക്കെ ഒഴിവാക്കുക, ഗോയുടെ V2 എഴുതുക. ഗോയുടെ V2 ഏതാ, വെന്റ്. അപ്പൊ നമുക്ക് എങ്ങനെ ഇട്ട് നോട്ടില്ലേ, ദേ വെന്റ്, ദേ വെന്റ് ടു സ്കൂൾ, ദേ വെന്റ് ടു സ്കൂൾ. അപ്പൊ ചില കുട്ടികൾക്ക് ഡൗട്ട് വരും, ഡു അല്ലെങ്കിൽ ഡസിന്റെ പാസ്റ്റ് ഡിഡ് അല്ലേ, ഇപ്പൊ ഡിഡ് അല്ലേ എഴുതേണ്ടതെന്ന് ചോദിക്കും. കൂടുതൽ സാധാരണ ഡു ഡസ് ഡിഡ് വരുന്ന സെന്റൻസുകൾ നമുക്ക് നെഗറ്റീവ് മീനിങ് ഉണ്ടാക്കാനാണ് വരുന്നത്. ഒരു സെന്റൻസിനകത്ത് ഡു ഡസ് ഡിഡ് വന്നിട്ടുണ്ടെങ്കിൽ ഡിഡിൻഡ്, ഡസിൻഡ്,
അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഡോണ്ട്, ഇങ്ങനെയുള്ള നെഗറ്റീവ് മീനിങ് ഉണ്ടാക്കാനാണ് വരുന്നത്. നോർമൽ സെൻറ്റൻസുകളിൽ എല്ലായ്പ്പോഴും V1 അല്ലെങ്കിൽ SA വരാറുള്ളൂ. ഇനി ഒരു നെഗറ്റീവ് മീനിങ് ഉണ്ടാക്കുന്ന രീതിയിൽ വന്നാൽ മാത്രം ഡിഡിൻ്റെ എന്നോ അല്ലെങ്കിൽ ഡസിൻ്റെ എന്നോ അതേപോലെ എന്ത് ചെയ്യുന്നൂടെ ഡോണ്ട് എന്നൊക്കെ വന്നാൽ മാത്രം ഡിഡിൻ്റെ ആക്കിയത്. ഡോണ്ട് എന്നോ ഡസിൻ്റെ വന്നാൽ മാത്രം ഡിഡിൻ്റെ ആക്കിയത്. ഡു ഡസ് അല്ലാണ്ടാണ് വരുന്നതെങ്കിൽ നോർമലി പോസിറ്റീവ് ആയിട്ടാണ് വരുന്നത്, ഇതേപോലെയൊക്കെയാണ് വരുന്നതെങ്കിൽ V2 ആക്കിയാൽ മാത്രം മതി. ഒരു നെഗറ്റീവ് മീനിങ് ആണെങ്കിൽ അതിൽ V2 ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഡിൻ്റെ വെച്ചിട്ട് എഴുതാം. ദേ ഡോണ്ട് ഗോ ടു സ്കൂൾ, ദേ ഡോണ്ട് ഗോ ടു സ്കൂൾ എന്നാണെങ്കിൽ ദേ ഡിഡിൻ്റ് ഗോ ടു സ്കൂൾ എന്ന് റിപ്പോർട്ട് ചെയ്യാം, കുഴപ്പമില്ല. അല്ലാത്ത അവസരങ്ങളിലെല്ലാം V2 ആക്കി കൊടുത്താൽ മതി. അപ്പം V1 എസ്സിൽ അവസാനിക്കുന്ന വരുമ്പോൾ ഡു അല്ലെങ്കിൽ ഡസ് ആണ് വരുന്നതെങ്കിൽ എല്ലാം ഒഴിവാക്കിയിട്ട് എന്താക്കാൻ പറഞ്ഞു, V2 ആക്കാൻ പറഞ്ഞു. ഇനി ഡോണ്ട് ഡസിൻ്റെ എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താക്കാം, ഡിഡിൻ്റെ ആക്കാം. ഡോണ്ട് ഡസിൻ്റെ എന്നൊക്കെയാണ് ചോദ്യത്തിൽ കിടക്കുന്നതെങ്കിൽ ഡിഡിൻ്റെ ആക്കാം. അപ്പം ഡിഡിൻ്റെ എന്നാണ് കിടക്കുന്നതെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹാഡ് പ്ലസ് നോട്ട് പ്ലസ് V3 ഹാഡിൻഡ് ഗോൺ എന്ന് എഴുതിയാൽ മതി. അവിടെ നമുക്ക് വേറെ ഒന്നുമില്ല, ഹാഡിൻഡ് ഗോൺ എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഇനി നോക്കിയേ, അടുത്ത് നമ്മൾ പറഞ്ഞെന്താ, V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെന്റൻസുകളാണെങ്കിൽ എന്താക്കാൻ പറഞ്ഞു, ഹാഡ് പ്ലസ് V3 ആക്കാൻ പറഞ്ഞു. നോക്കേ, ഇത് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഹി വെന്റ് ടു സ്കൂൾ. എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ തന്നെ പറ. വെന്റ് എന്ന് പറഞ്ഞാൽ V2 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം, ഹി ഹാഡ്, വെന്റിന്റെ മൂന്നാമത്തെ രൂപം ഏതാ, ഗോൺ. ഹി ഹാഡ് ഗോൺ ടു സ്കൂൾ. എന്നോടൊപ്പം ഉറച്ച് പറയണേ, ഹി ഹാഡ് ഗോൺ ടു സ്കൂൾ. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അത്രയൊന്ന് പറഞ്ഞേ. ക്യാൻ ആണെങ്കിൽ എന്താക്കാൻ പറഞ്ഞു കൂട്ടില്ലേ, കുഡാക്കുക. ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം പഠിച്ചു കഴിയണം. നമ്മളൊരു ഓഫ്ലൈൻ ക്ലാസ്സിൽ എങ്ങനെയാണോ പറയുന്നത് അതുപോലെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഒരു തവണ അല്ല ഞാൻ പറഞ്ഞു തരുന്നത്, പല തവണ പറഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞാണ് പറയുന്നത്. അപ്പോൾ എന്നോടൊപ്പം നിങ്ങൾ പറയണം. എങ്കിൽ നിങ്ങൾ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ ഇതിനോടൊപ്പം നോട്ടും കൂടെ എഴുതിയെടുത്തോണം. നമ്മൾ നോട്ട് വേറെ നോട്ട് വാങ്ങാണ്ട് നോട്ട് സ്വന്തമായിട്ട് എഴുതിയെടുക്കുന്നത് ഏറ്റവും ഉചിതം. കാരണം ധാരാളം കാര്യങ്ങൾ ഞാൻ PPT ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ഒന്ന് പറഞ്ഞേ. ക്യാൻ ആണെങ്കിൽ കുഡാക്കുക, മേ ആണെങ്കിൽ മൈറ്റ് ആക്കുക, മസ്റ്റ് ആണെങ്കിൽ ഹാഡ് ടു ആക്കുക, V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് അല്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന സെന്റൻസുകളാണെങ്കിൽ എന്താക്കാൻ പറഞ്ഞു, V2 ആക്കാൻ പറഞ്ഞു. V2 അല്ലെങ്കിൽ ഡിഡ് ആണ് വരുന്നെങ്കിൽ എന്താക്കാൻ പറഞ്ഞു കൂട്ടില്ലേ, ഹാഡ് പ്ലസ് V3 ആക്കാൻ പറഞ്ഞു. നൗ ആണെങ്കിൽ ദെന്ന്, ഹിയർ ദെയർ, അതുപോലെ ദസ് ആണെങ്കിൽ സോ ആക്കാൻ പറഞ്ഞു. ദിസ് ആണെങ്കിൽ ദാറ്റ് ആക്കാൻ പറഞ്ഞു. ഈ വാക്കുകളും കൂടെ നോക്കിയേ. ദീസ് വന്നിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പം ദീസിനെ മാറ്റിയിട്ട് ദോസ് ആക്കുക. ദീസ് ആണെങ്കിൽ എന്താക്കുക കൂട്ടില്ലേ, ദോസ് ആക്കുക. ഇനി എഗോ എന്നാണ് കിടക്കുന്നതെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ബിഫോർ ആക്കുക. എഗോ ആണെങ്കിൽ എന്താക്കുക, ബിഫോർ ആക്കുക. ഒന്നും കൂടെ പറഞ്ഞേ. ദീസ്, ദോസ്, എഗോ, ബിഫോർ. ഇനി ടുഡേ ആണെങ്കിൽ കൂട്ടില്ലേ, ടുഡേ ആണെങ്കിൽ ദാറ്റ് ഡേ ആക്കുക. ഇനി ടുമോറോ ആണെങ്കിൽ ദ നെക്സ്റ്റ് ഡേ എന്നാക്കാം, അല്ലെങ്കിൽ ദ ഫോളോയിങ് ഡേ എന്നാക്കാം. രണ്ടിൽ ഏതാണ് ഉപയോഗിക്കാം. ദ നെക്സ്റ്റ് ഡേ, ഏറ്റവും കൂടുതലും ദ നെക്സ്റ്റ് ഡേ ആണ് ഓപ്ഷനിൽ വന്നിട്ടുള്ളത്. ദ നെക്സ്റ്റ് ഡേ എന്നാക്കാം, അല്ലെങ്കിൽ ദ ഫോളോയിങ് ഡേ. കുട്ടികളെ നോക്കിയോ, ശ്രദ്ധിച്ചേ. ടുമോറോ നെക്സ്റ്റ് ഡേ എന്ന് മാത്രം എഴുതില് ദ നെക്സ്റ്റ് ഡേ ചേർത്തെഴുതാം. ഒരു ചോദ്യത്തില് നെക്സ്റ്റ് ഡേ ഉണ്ടായിരുന്നു, ദ നെക്സ്റ്റ് ഡേ ഉണ്ടായിരുന്നു. ഈ നെക്സ്റ്റ് ഡേ എന്ന ഓപ്ഷൻ ആയിരുന്നു ആദ്യം കിടന്നത്. ദ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് C ഓപ്ഷനോ D ഓപ്ഷനോ ആയിരുന്നു. അപ്പോൾ കുട്ടികൾ പെട്ടെന്ന് നോക്കിയപ്പോൾ നെക്സ്റ്റ് ഡേ കിടക്കുന്നു, കുട്ടികൾക്ക് അറിയിപ്പിച്ചു. ദ നെക്സ്റ്റ് ഡേ ആണ് ഏറ്റവും ഉചിതം. അപ്പോൾ ടുമോറോ, ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ദ ഫോളോയിങ് ഡേ. യെസ്റ്റർഡേ ആണെങ്കിൽ കുട്ടികളെ ദ പ്രീവിയസ് ഡേ അല്ലെങ്കിൽ ദ ഡേ ബിഫോർ എന്ന് പറയാം. ദ പ്രീവിയസ് ഡേ അല്ലെങ്കിൽ ദ ഡേ ബിഫോർ. യെസ്റ്റർഡേ ആണെങ്കിൽ ദ പ്രീവിയസ് ഡേ എന്ന് പറയാം, അല്ലെങ്കിൽ ദ ഡേ ബിഫോർ എന്ന് പറയാം. ഇനി ടുനൈറ്റ് ആണെങ്കിൽ കുട്ടികളെ ദാറ്റ് നൈറ്റ്. ടുനൈറ്റ്, ദാറ്റ് നൈറ്റ്. നെക്സ്റ്റ് മന്ത് ആണെങ്കിൽ ദ ഫോളോയിങ് മന്ത്. നെക്സ്റ്റ് മന്ത് ആണെങ്കിൽ ദ ഫോളോയിങ് മന്ത്. ഓക്കെ, ഒന്ന് പറഞ്ഞേ. ജസ്റ്റ് ദീസ് ദോസ് ആക്കുക, എഗോ, ബിഫോർ, ടുഡേ, ദാറ്റ് ഡേ. ഈ ടുഡേ, ടുമോറോ, യെസ്റ്റർഡേ ഒക്കെ ആണ് കൂടുതലും ചോദിക്കുന്നത്. നിങ്ങളെ ചോദ്യങ്ങൾ ചെയ്യുന്നവരാണ്, ചോദ്യങ്ങൾ കൂടുതൽ പരിചയമുള്ള കുട്ടികളാണെങ്കിൽ മനസ്സിലാവും. ടുഡേ വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലും വന്നിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെയുള്ള വാക്കുകൾ വരുന്ന ചോദ്യങ്ങളിൽ അല്ലേ. ടുമോറോ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഫോളോയിങ് ഡേ എന്നാക്കാം. യെസ്റ്റർഡേ ആണെങ്കിൽ ദ പ്രീവിയസ് ഡേ അല്ലെങ്കിൽ ദ ഡേ ബിഫോർ എന്നാക്കാം. ടുനൈറ്റ് ആണെങ്കിൽ ദാറ്റ് നൈറ്റ്. നെക്സ്റ്റ് മന്ത് ആണെങ്കിൽ ഫോളോയിങ് മന്ത്. ഓക്കെ, ഇതാണ് റിപ്പോർട്ടിംഗ് റൂൾ. ഓക്കെ, ക്ലിയർ ആണോ കുട്ടികളെ? അപ്പം നമ്മൾ പറഞ്ഞത് ജസ്റ്റ് നിങ്ങളൊന്ന് എന്നോടൊപ്പം പറഞ്ഞേ. നമ്മളൊരു ചെറിയ ടേബിളാണ് പഠിച്ചത്.
കുട്ടികളെ ഈ ടേബിൾ വെച്ചിട്ടാണ് എല്ലാ സെന്റൻസുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ടേബിള് അതിലെ വാക്ക് മാറ്റുമ്പോൾ എല്ലാ സെന്റൻസും റിപ്പോർട്ടാവും അല്ലേ. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് ഏത് പറഞ്ഞു കുട്ടികളെ? ആ ടേബിള് നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് പറഞ്ഞേ. ഈസ് ആവണമെങ്കിൽ എന്താക്കാൻ പറഞ്ഞു? വാസ്. ആറാണെങ്കിലോ വേർ. ഹാസ് ഹാവ് ഹാഡ് ആക്കാൻ പറഞ്ഞു. ഹാഡ് ആണെങ്കിലാ ഹാഡ് തന്നെ എഴുതാൻ പറഞ്ഞു. ഇനി വാസ് ഓർ വെയർ ആണെങ്കിൽ എന്താക്കാൻ പറഞ്ഞു കുട്ടികളെ? ഹാഡ് ബീൻ ആക്കാൻ പറഞ്ഞു. ഓക്കെ. വില്ലാണെങ്കിലോ വുഡ്. ഷാളാണെങ്കിലോ ഷുഡ്. ക്യാൻ ആണെങ്കിലോ കുഡ്. മേ ആണെങ്കിലോ മൈറ്റ്. മസ്റ്റ് ആണെങ്കിലാ ഹാഡ് ടു. ഇനി V1 എസ്സിൽ അവസാനിക്കുന്ന വെർബോ ഡു അല്ലെങ്കിൽ ഡെസ് ആണെങ്കിലാ എന്ത് ചെയ്യുന്നൂടെ? V2 ആക്കാൻ പറഞ്ഞു. V2 അല്ലെങ്കിൽ ഡിഡ് ആണ് വരുന്നതെങ്കിലാ ഹാഡ് പ്ലസ് V3. അതാണ് ആ ടേബിൾ. ഈ ടേബിളിൽ വരുന്ന വാക്കുകളാണ് പഠിക്കേണ്ടത്. പിന്നെ ദിസിന്റെ പാസ്റ്റ് ദാറ്റ്, ദീസ് ആണെങ്കിൽ ദോസ്, എന്ത് ചെയ്യുന്നൂടെ? നൗ ആണെങ്കിൽ ദെന്ന്, പിന്നെ അതേപോലെ ടുഡേ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ടുഡേ, ദാറ്റ് ഡേ. ടുമോറോ ആണെങ്കിൽ ദ നെക്സ്റ്റ് ഡേ. യെസ്റ്റർഡേ ആണെങ്കിൽ എന്ത് ചെയ്യുന്നൂടെ? യെസ്റ്റർഡേ ആണെങ്കിൽ ദ പ്രീവിയസ് ഡേ. ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞിരുന്നു. ഞാൻ ടേബിളിൻ്റെ ഒരു ചെറിയ ഷോർട്ട് ഫോം പറഞ്ഞുതരാം. ഇച്ചിരി അറിയാന്നുള്ള കുട്ടികൾ ഇത് പഠിച്ചാലും മതി. നോക്കിയേ, ഡയറക്റ്റ് തന്നിരിക്കുന്ന ചോദ്യത്തെ നമ്മൾ എന്തിലോട്ട് മാറ്റുന്നു? ഇൻഡയറക്റ്റിലേക്ക് മാറ്റുന്നു. ഡയറക്റ്റ് തന്നിരിക്കുന്ന ചോദ്യത്തെ എന്തിലോട്ട് മാറ്റുന്നു കുട്ടികളെ? ഇൻഡയറക്റ്റിലേക്ക് മാറ്റുന്നു. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യാൻ തന്നിരിക്കുന്ന ചോദ്യം. ഇൻഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന ചോദ്യം. നിങ്ങൾ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഓക്സിലറി വെർബ് ഉണ്ടാകുന്ന നോക്കണം. ആ ഓക്സിലറി പ്രസന്റ് ഓക്സിലറി ആണോ നോക്കണം. എങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഓക്സിലറി എന്താക്കിയാൽ മതി കുട്ടികളെ? പാസ്റ്റ് ആക്കി കൊടുക്കുക. ഓക്സിലറി എന്താക്കുക? പാസ്റ്റ് ആക്കുക. അപ്പൊ നോക്കിയേ, ഈസ് ആമിന്റെ പാസ്റ്റ് ആണ് വാസ്, ആറിന്റെ പാസ്റ്റ് ആണ് വെയർ, ഹാസ് ഹാവിന്റെ പാസ്റ്റ് ആണ് ഹാഡിന്റെ പാസ്റ്റ് തന്നെയാണ് ഹാഡ്. ഇനി വില്ലിന്റെ പാസ്റ്റ് വുഡ്, ഷാളിന്റെ പാസ്റ്റ് ഷുഡ്, ക്യാനിന്റെ പാസ്റ്റ് കുഡ്, മേയുടെ പാസ്റ്റ് മൈറ്റ്, മസ്റ്റിന്റെ പാസ്റ്റ് ഹാഡ് ടു. അത്രയും അതിനകത്ത് പോയി. ഇപ്പൊ ഓക്സിലറി വെർബ് പ്രസന്റ് ആണെങ്കിൽ ഓക്സിലറി എന്താക്കാം? പാസ്റ്റ് ആക്കുക. ഇപ്പൊ വുഡ് എന്ന് പറയുന്ന പാസ്റ്റ് ആണ്. വുഡ് വരുന്ന സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുന്നത് വുഡ് തന്നെ എഴുതിയാൽ മതി. ഷുഡ് പാസ്റ്റ് ആണ്. ഷുഡ് വരുന്ന സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഷുഡ് തന്നെ എഴുതിയാൽ മതി. കുഡ് പാസ്റ്റ് ആണ്. കുഡ് വരുന്ന സെന്റൻസ് റിപ്പോർട്ട് ചെയ്യാൻ മതി. കുഡ് തന്നെ എഴുതിയാൽ മതി. അത് മാറ്റണ്ട, കാരണം അത് ഓൾറെഡി പാസ്റ്റ് ആണല്ലോ. ഇനി അതേപോലെ തന്നിരിക്കുന്ന ചോദ്യത്തില് വാസ് അല്ലെങ്കിൽ വെയർ വന്നിട്ടുണ്ടെന്ന് നോക്കാം. വാസ് അല്ലെങ്കിൽ വെയർ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യാൻ പറയുമ്പോൾ എന്താക്കുക കുട്ടികളെ? അതിനെ മാറ്റിയിട്ട് അതിന്റെ സ്ഥാനത്ത് ഹാഡ് ബീൻ ആക്കുക. എന്താക്കുക? ഹാഡ് ബീൻ ആക്കുക. വാസ് ഓർ വെയർ വന്നു കഴിഞ്ഞാൽ എന്തായി കൊടുക്കട്ടുള്ളേ? ഹാഡ് ബീൻ. ഇനി വെർബ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് അല്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡെസ് വരുന്ന ഒരു ചോദ്യമാണ് തരുന്നതെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇതിനെയൊക്കെ മാറ്റിയിട്ട് അതിന്റെ സ്ഥാനത്ത് എന്താക്കുക? V2 ആക്കുക. ഇനി നോക്കിയോ, ലാസ്റ്റ് പോയിന്റ്, V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന ചോദ്യമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് അതിന് എന്താക്കുക? ഹാഡ് പ്ലസ് V3 ആക്കുക. ഹാഡ് പ്ലസ് V3 ആക്കുക. ദാ ഈ ഒരു ടേബിൾ ഒന്ന് കാണാതെ പഠിച്ചു വെച്ചാൽ മതി. ഈ ഒരു ടേബിൾ അറിയാന്നുള്ള കുട്ടികൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഷോർട്ട് ഫോം ഇതൊന്ന് എഴുതിയെടുത്തോണം. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് സൈഡിലൊന്ന് എഴുതി വെച്ചിട്ട് നമുക്ക് ടപ്പ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? മറ്റേത് നന്നായിട്ട് അറിയാന്നുള്ള കുട്ടികൾക്ക് ജസ്റ്റ് ഇതൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു തെറ്റുമില്ലാണ്ട് എഴുതാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഒന്ന് പറഞ്ഞേ, ഓക്സിലറി വെർബ് പ്രസന്റ് ആണെങ്കിൽ ഓക്സിലറി പാസ്റ്റ് ആക്കുക, വാസ് അല്ലെങ്കിൽ വേർ ആണെങ്കിൽ ഹാഡ് ബീൻ ആക്കുക, V1 എസ്സിൽ അവസാനിക്കുന്ന വെർബോ ഡു അല്ലെങ്കിൽ ഡെസ് വരുന്ന സെന്റൻസ് ആണെങ്കിൽ എന്താക്കുക? V2 ആക്കുക. V2 അല്ലെങ്കിൽ ഡിഡ് ആണ് വരുന്നതെങ്കിൽ ഹാഡ് പ്ലസ് V3 ആക്കുക. V2 അല്ലെങ്കിൽ ഡിഡ് ആണെങ്കിൽ ഹാഡ് പ്ലസ് V3 ആക്കുക. ഡൗട്ട് ഉണ്ടോ കുട്ടികളെ? അപ്പോൾ നമ്മൾ ആ പഠിച്ച എന്ത് ചെയ്യുന്നു? ടേബിൾ കളക്ട് ആയോ? നമ്മൾ ആ പഠിച്ച ടേബിൾ എന്ത് ചെയ്യുന്നു? റിപ്പോർട്ടിംഗ് റൂളും മനസ്സിലായോ? മറക്കൂലല്ലോ? ക്ലിയർ ആണല്ലോ? നമ്മൾ ഇനി ഡയറക്റ്റ് ആയിട്ട് എന്തിലേക്ക് പോകുന്നതാണ്? റിപ്പോർട്ട് ചെയ്യുന്നത് 4 ടൈപ്പ് സെന്റൻസുകളുടെ റിപ്പോർട്ടിംഗ് ആണ്. അതിൽ ആദ്യത്തെ ടൈപ്പ് സെന്റൻസ് ആണ് സ്റ്റേറ്റ്മെന്റ് സെന്റൻസ്. എങ്ങനെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകൾ റിപ്പോർട്ട് ചെയ്യാം, അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കണ്ടേ? അപ്പോൾ എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ്, എങ്ങനെ മനസ്സിലാക്കാം? കുട്ടികൾ എത്രയേ ഉള്ളൂ? ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ നൗൺ അല്ലെങ്കിൽ പ്രോനൗണിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെന്റൻസുകൾക്ക് പറയുന്ന പേരാണ് സ്റ്റേറ്റ്മെന്റ്. ഒന്ന് പറഞ്ഞേ, ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ നൗണിലോ പ്രോനൗണിലോ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെന്റൻസുകൾ തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിനകത്തൂടെ ഒരു സെന്റൻസ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് കിട്ടും പുതിയ കുട്ടികളാണെങ്കിൽ. അപ്പോൾ നോക്കിയേ, ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ നൗൺ അല്ലെങ്കിൽ പ്രോനൗണിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെന്റൻസുകൾക്ക് പറയുന്ന പേര് സ്റ്റേറ്റ്മെന്റ്. എന്താണ് ഈ നൗണ്?
എന്തിൻ്റെയും പേരായ ശബ്ദങ്ങൾക്ക് പറയുന്ന പേരാണ് നൗൺ. ഇപ്പൊ എൻ്റെ പേരായിരിക്കാം, നിങ്ങളുടെ പേരായിരിക്കാം, വസ്തുക്കളുടെ പേര്, സാധനങ്ങളുടെയും മൃഗങ്ങളുടെയും ഒക്കെൻ്റെയും പേരായ ശബ്ദത്തിന് പറയുന്ന പേര് നൗൺ. അപ്പൊ എന്താണ് ഈ പ്രോനൗണ്? നാമത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പറയുന്ന പേര് പ്രോനൗൺ. നാമങ്ങൾക്ക് പകരം എ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റഡ് ഓഫ് എ നൗൺ ഈസ് നോൺ ആസ് പ്രോനൗൺ. ഏതൊക്കെയാണ് കൂട്ടല്ലേ? പ്രോനൗണുകളായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഒന്ന് പറഞ്ഞേ, ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഒരു തവണയും കൂടെ പറ, ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഇത് കൂടാണ്ട് ഉപയോഗിക്കുന്ന പ്രൊനൗണുകളാണ് സംബഡി, സംവൺ, സംതിങ്, എനിബഡി, എനിവൺ, എനിത്തിങ്, നോബഡി, നോ വൺ, നത്തിങ്, എവരിബഡി, എവരി വൺ, എവരിത്തിങ്, ഈച്ച്, എവരി ഒക്കെയും പ്രൊനൗൺ എന്ന് പറയും. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതലും ചോദ്യങ്ങൾ വരുന്നത് ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ ഈ ഫിക്സഡ് പ്രൊനൗണുകൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് കൂട്ടരെ? നമുക്ക് ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ നൗൺ അല്ലെങ്കിൽ പ്രോനൗണിൽ തുടങ്ങുന്ന സെന്റൻസുകൾ, സ്റ്റേറ്റ്മെന്റ്, അത്തരം സെന്റൻസുകൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? എന്താണ് ഈ നൗൺ എന്ന് പറഞ്ഞു? എന്തിൻ്റെയും പേരായ ശബ്ദം. എന്താണ് പ്രോനൗൺ എന്ന് പറഞ്ഞു? നാമത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്ക്. ഏതൊക്കെയാണ് ഈ പ്രോനൗൺ എന്ന് പറഞ്ഞു? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഈ പ്രോനൗണുകൾക്ക് പറയുന്ന പേര് ഡെഫിനിറ്റ് പ്രൊനൗൺസ് എന്നാണ് കേട്ടോ. ഇനി ഇത് കൂടാണ്ട് പറയുന്ന പ്രൊനൗൺ ഏതൊക്കെയാന്ന് പറഞ്ഞു? സംബഡി, സംവൺ, സംതിങ്, എനിബഡി, എനിവൺ, എനിത്തിങ്, നോബഡി, നോ വൺ, നത്തിങ്, എവരിബഡി, എവരി വൺ, എവരിത്തിങ്. ഇങ്ങനെയുള്ള പ്രൊനൗൺ. ഇവയ്ക്ക് പറയുന്ന പേരാണ് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ. എന്താന്ന് പറയും കൂട്ടല്ലേ? ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ. അത് നമ്മൾ ഇപ്പം നോക്കണ്ട, ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ പ്രോനൗൺ ആണെന്നൊന്ന് ഓർമ്മയിലിരുന്നാൽ മതി. ഓക്കെ, ഇനി നോക്കിയേ, തന്നിരിക്കുന്ന ചോദ്യം ഒന്ന് നോക്കിയേ, ശ്രദ്ധിച്ചേ. നമുക്ക് ആ ചോദ്യം ഒന്ന് പരിചയപ്പെടാം ആദ്യം. ഹീ സെഡ് ഐ ആം ഗോയിങ് ടു സ്കൂൾ. ഹീ സെഡ് ഐ ആം ഗോയിങ് ടു സ്കൂൾ. നമുക്കിപ്പോൾ സെന്റൻസ് മനസ്സിലാക്കിയാൽ മാത്രം മതി. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല, സെന്റൻസ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നോക്കിയാണ് കൂട്ടരെ, ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിൽ നൗൺ അല്ലെങ്കിൽ പ്രോനൗണിൽ തുടങ്ങുന്ന സെൻസ് എന്തിൽ അവസാനിക്കുന്നു? ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. നോക്കിയേ, ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിൽ ഐയിലാണ് തുടങ്ങിയത്. ഐ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊനൗൺ. എന്തിൽ അവസാനിച്ചു? ഫുൾ സ്റ്റോപ്പ്. എന്ത് ടൈപ്പ് സെന്റൻസ്? സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത് നോക്കിയേ, ഹി സെഡ് ഇറ്റ് ടു മീ യു വിൽ സിംഗ് എ സോങ്. ഹി സെഡ് ഇറ്റ് ടു മീ യു വിൽ സിംഗ് എ സോങ്. ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിൽ വന്ന സെന്റൻസ് ഏതാ? യു വിൽ സിംഗ് എ സോങ്. എന്തിൽ തുടങ്ങി? യുവിൽ തുടങ്ങി. എന്തിൽ അവസാനിച്ചു? ഫുൾ സ്റ്റോപ്പില് അവസാനിച്ചു. എന്ത് ടൈപ്പ് സെന്റൻസ്? സ്റ്റേറ്റ്മെന്റ്. അപ്പൊ തന്നിരിക്കുന്ന ചോദ്യം സ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ പാടില്ലല്ലോ. ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളില് നൗൺ അല്ലെങ്കിൽ പ്രോനൗണിൽ തുടങ്ങും. ഇനി നമുക്ക് ഇങ്ങനെയുള്ള സെന്റൻസുകൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? അത് പഠിക്കുമ്പോൾ തന്നെ ഏകദേശം ടെൻസിലുള്ള എല്ലാ സെന്റൻസും റിപ്പോർട്ട് ചെയ്തു. ഓക്കെ, എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? ഒരു 3 പോയിന്റ് പഠിക്കാം. 3 പോയിന്റ്. ഒന്നാമത്തെ നോക്കിയേ പോയിന്റ്, ചോദ്യത്തിൽ സെഡ് എന്ന് വന്നിട്ടുണ്ടെന്ന് നോക്കാം. ചോദ്യത്തിൽ എന്ത് വന്നിട്ടുണ്ടെന്ന് നോക്കാം? സെഡ് വന്നിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം എന്ത് ചേർക്കാൻ പറഞ്ഞു കൂട്ടില്ലേ? ദാറ്റ് ചേർക്കുക. സെഡ് വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ചേർക്കുക. ഓക്കെ, ഇനി സെഡിന് പകരം സെഡ് ടു എന്നാണ് കിടക്കുന്നതെങ്കിൽ ആ സെഡ് ടുവിനെ മാറ്റിയിട്ട് അതിന്റെ സ്ഥാനത്ത് എന്താക്കുക കൂട്ടില്ലേ? ടോൾഡ് ആക്കുക, എന്നിട്ട് ദാറ്റ് ചേർക്കുക. മനസ്സിലായ? ആദ്യത്തെ പോയിന്റ് ഏതാണ് കൂട്ടില്ലേ? സെഡ് വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ചേർക്കുക. സെഡ് ടു ആണെങ്കിൽ അതിന് എന്താക്കുക? ടോൾഡ് ആക്കി മാറ്റിയതിന് ശേഷം ദാറ്റ് ചേർക്കുക. ടോൾഡ് ആക്കി മാറ്റിയതിന് ശേഷം ദാറ്റ് ചേർക്കുക. അപ്പൊ ആദ്യം പറഞ്ഞത് തന്നിരിക്കുന്ന ചോദ്യത്തില് സെഡ് ഉണ്ടാന്ന് നോക്കുക, എങ്കിൽ അതിനോടൊപ്പം ദാറ്റ് ചേർത്ത് പറയും. ഈ ദാറ്റ് എന്ന് പറയുന്ന കണക്റ്റിംഗ് വേർഡാണ് കേട്ടോ. ആ ഹീ സെഡ് എന്ന് പറയുന്ന സെന്റൻസിനെയും ഐ ആം ഗോയിങ് ടു സ്കൂൾ എന്ന് പറയുന്ന സെന്റൻസിനെയും യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള കണക്റ്റിംഗ് വേർഡാണ് ദാറ്റ്. ഓക്കെ, അപ്പോൾ സെഡ് ടു ആണെങ്കിൽ അതിനെ എന്താക്കുക? സെഡ് ടുവിനെ മാറ്റിയിട്ട് അതിന്റെ സ്ഥാനത്ത് ടോൾഡ് ആക്കുക, എന്നിട്ട് ദാറ്റ് ചേർക്കുക. അങ്ങനെയാണ് ഇതാ ഈ ഒരു ചോദ്യത്തിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ നോട്ടില്ലേ, ഇതാ ഈ ഒരു ചോദ്യം കണ്ടാ, ഇവിടെ ഹീ സെഡ്, അപ്പൊ നമ്മൾ എന്ത് ചേർത്ത് പറയും? ഹീ സെഡ് ദാറ്റ് എന്ന് ചേർക്കും. ഇനി ഇവിടെ ആണെങ്കിൽ സെഡ് ടുവിനെ എടുത്ത് കളഞ്ഞിട്ട് അതിന്റെ സ്ഥാനത്ത് എന്താക്കാൻ പറഞ്ഞു? ടോൾഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഹീ ടോൾഡ് മീ കഴിഞ്ഞിട്ട് വേണം, 2 സെന്റൻസിന് നടുക്ക് വേണം ദാറ്റ് ചേർക്കാൻ കേട്ടാ. ഹീ ടോൾഡ്, നമ്മൾ മീ ഒന്നും മാറ്റാൻ പറഞ്ഞില്ല, സെഡ് ടുവിനെ മാത്രം മാറ്റുക, അതിന്റെ സ്ഥാനത്ത് ടോൾഡ് ആക്കുക. 2 സെന്റൻസിന് നടുക്കാണ് ദാറ്റ് ചേർക്കേണ്ടത്. എന്ത് ചേർക്കുക? ഹി ടോൾഡ് മീ ദാറ്റ്. ഇവിടെ ഒരു മീ ഒന്നും ഇല്ല, അതുകൊണ്ട് അവിടെ സെഡ് കഴിഞ്ഞ ഉടനെ ദാറ്റ് ചേർത്തു. അപ്പൊ ഇവിടെ ആണെങ്കിലാ ഹി സെഡ് ദാറ്റും, ഇവിടെ ആണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ഹി ടോൾഡ് മീ ദാറ്റ്. അപ്പൊ ദാറ്റ് ചേർക്കാൻ പഠിച്ചല്ലോ. അടുത്ത് നോക്കിയേ, 3ാമത്തെ പോയിന്റ് നോക്കിയാണ് കൂട്ടലെ,
ഈ മൂന്നാമത്തെ പോയിന്റ് ആണ് സബ്ജക്റ്റുകളുടെ മാറ്റമാണ് പറയുന്നത് കേട്ടോ കുട്ടികളെ. ഇത് എല്ലാ സെന്റൻസിലും ഒരുപോലെ മാറും. അപ്പൊ നമ്മളിപ്പം സബ്ജക്റ്റ് മാറ്റുന്ന രീതി എങ്ങനെയാണ്? അതായത് പ്രോനൗണുകളാണ് ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ വരുന്നതെങ്കിൽ അവയിൽ ചില മാറ്റങ്ങൾ വരും. പ്രോനൗണായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ് കുട്ടികളെ? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഇത്തരത്തിലുള്ള പ്രോനൗണുകളാണെങ്കിൽ അവയിൽ ചില മാറ്റങ്ങൾ വരും. അവ എങ്ങനെ മാറുമെന്ന് നമ്മളിപ്പോൾ പഠിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള എല്ലാ സെൻറ്റൻസിലും സബ്ജക്റ്റ് മാറ്റാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ തന്നെ മാറ്റണം. നമ്മളിനി ഇൻറ്ററോഗേറ്റീവ് പഠിക്കുമ്പോൾ സബ്ജക്റ്റ് മാറ്റാൻ പറഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞ സാധനം തന്നെയാണ് അവിടെ, അത് തന്നെയാണ്. അപ്പോൾ സബ്ജക്റ്റ് എങ്ങനെ മാറുന്നു എന്ന് ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ചോ. നിങ്ങൾ നോക്കിക്കോണേ, ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ ഐ കോമ വി ആണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ എന്ത് വന്നിട്ടുണ്ട് കുട്ടികളെ? ഐ കോമ വി ആണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. എന്നാൽ ചോദ്യത്തിൽ സെഡിന് മുന്നിലെ സബ്ജക്റ്റ് ആക്കി കൊടുക്കുക. സെഡിന് മുന്നിൽ വരുന്ന സബ്ജക്റ്റ് ആക്കുക. നോക്കിയാണ്ടോ ഈ ഒരു ചോദ്യം നോക്കി, ഹി സെഡ്. ഹി സെഡ് നമ്മൾ അപ്പുറത്ത് എഴുതിയ ചോദ്യം തന്നെ, ഐ ആം ഗോയിങ്. ഐ ആം ഗോയിങ് ടു സ്കൂൾ. ഐ ആം ഗോയിങ് ടു സ്കൂൾ. ഉണ്ടല്ലേ ചോദ്യം? ഡബിൾ ഇൻവേർട്ടർ കോമിക്കിൽ എന്ത് കിടക്കുന്നു കുട്ടികളെ? ഐ ആം ഗോയിങ് ടു സ്കൂൾ. ഐയിൽ തുടങ്ങിയിരിക്കുന്നു. മറ്റൊരു ചോദ്യം എങ്ങനെയായിരുന്നു? ഹി സെഡ് ടു മീ. ഹി സെഡ് ടു മീ. ഡബിൾ ഇൻവേർട്ടർ കോമിക്കുള്ളിൽ യു വില്ല്. യു വിൽ സിംഗ് എ സോങ്. യു വിൽ സിംഗ് എ സോങ്. അപ്പൊ ഡബിൾ ഇൻവേർട്ടർ കോമിക്കുള്ളിൽ എന്ത് വന്നിരിക്കുന്നു? യു വിൽ സിംഗ് എ സോങ്. നമ്മളിപ്പോൾ പറഞ്ഞത് ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിൽ സബ്ജക്റ്റ് ആയിട്ട് ഐ കോമ വി ആണ് വരുന്നതെങ്കിൽ സെഡിന് മുന്നിൽ കിടക്കുന്ന സബ്ജക്റ്റ് ഏതാണോ അതാക്കി കൊടുക്കുക. സെഡിന്റെ മുന്നിൽ ഹി ആണ് കിടക്കുന്നതെങ്കിൽ ഐയുടെ സ്ഥാനത്ത് ഹി എഴുതുക. സെഡിന്റെ മുന്നിൽ ഷീ ആണ് കിടക്കുന്നതെങ്കിൽ ഐയുടെ സ്ഥാനത്ത് ഷീ എഴുതി കൊടുക്കുക. സെഡിന്റെ മുന്നിൽ എന്ത് ചെയ്യുന്നൂടെ? ദേ ആണ് കിടക്കുന്നതെങ്കിൽ വി വരികയാണെങ്കിൽ വിയുടെ സ്ഥാനത്ത് എന്ത് എഴുതി കൊടുക്കുക? ദേ എഴുതുക. ഇനി സെഡിന്റെ മുന്നിൽ എന്ത് ചെയ്യുന്നൂടെ? രാമു എന്നാണ് കിടക്കുന്നതെങ്കിൽ ഐയുടെ സ്ഥാനത്ത് രാമുവിന്റെ ഉചിതമായ പ്രോനോൺ എഴുതണം. ഇവിടെ വല്ല പേരുകളാണെങ്കിൽ ഐയുടെ സ്ഥാനത്ത് അതിന്റെ പ്രോനോൺ ആണ് ഇതുണ്ട്. ഇവിടെ രാമു എന്നാണെങ്കിൽ ഐയുടെ സ്ഥാനത്ത് എന്ത് എഴുതി കൊടുക്കണം? ഹി എന്ന് എഴുതാം. ഇവിടെ സീത എന്നാണെങ്കിൽ ഷീ എന്ന് എഴുതി കൊടുക്കണം. ഇവിടെ ഒരിക്കലും നമ്മൾ ഐയുടെ സ്ഥാനത്ത് എന്ത് എഴുതാൻ പാടില്ല? പേര് എഴുതാൻ പാടില്ല. അപ്പൊ നോക്കിയാൽ നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞേ, ഐ കോമ വി ആണ് ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്നെങ്കിൽ സെഡിന്റെ മുന്നിൽ ഏതാണോ സബ്ജക്റ്റ് അതാക്കി കൊടുക്കുക. നിങ്ങൾ നോക്കിയാണ്ടേ ഇവിടെ ഐ ആണ് കിടക്കുന്നത്. അപ്പൊ ഐ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറഞ്ഞു? സെഡിന്റെ മുന്നിലെ സബ്ജക്റ്റ്. അപ്പൊ ഐയുടെ സ്ഥാനത്ത് എന്താക്കാൻ പറഞ്ഞു? ഹി ആക്കി കൊടുക്കുക. മനസ്സിലായ? ഇവിടെ ഷീ എന്നാണ് കിടക്കുന്നത്. നമ്മൾ ഐയുടെ സ്ഥാനത്ത് അപ്പം എന്ത് എഴുതി കൊടുക്കും കൂട്ടില്ല? ഷീ എന്ന് എഴുതി കൊടുക്കുക. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഷീ എന്ന് എഴുതി കൊടുക്കുക. മനസ്സിലായ? ഓക്കെ. അപ്പം ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിൽ ഐ കോമ വി ആണ് വരുന്നതെങ്കിൽ സെഡിന്റെ മുന്നിൽ ഏതാണോ സബ്ജക്റ്റ് അതാക്കി കൊടുക്കുക. ഒരു ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്ത നോക്കിയേ, സബ്ജക്റ്റ് യു ആണ് വരുന്നതെങ്കിൽ ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളില് സബ്ജക്റ്റ് ആയിട്ട് യു ആണ്, ഇവിടെ യു ആണ് വന്നിരിക്കുന്നത്. യു ആണ് വരുന്നതെങ്കിൽ സെഡ് ടുവിന് ശേഷം വരുന്ന സബ്ജക്റ്റ് ആക്കുക. സെഡ് ടുവിന് ശേഷം കിടക്കുന്ന സെഡ് ടുവിന് ശേഷം വരുന്ന സബ്ജക്റ്റ് ഏതാ? മീ. അതൊരു ഒബ്ജക്റ്റ് രൂപമാണെങ്കിൽ അതിന്റെ സബ്ജക്റ്റ് രൂപമാണ് യുവിന്റെ സ്ഥാനത്ത്. ഇവിടെ നോക്കടോ, മീ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് അല്ലേ? ഇപ്പൊ മീന്റെ സബ്ജക്റ്റ് ഏതാണ്? ഐ. അപ്പൊ യുവിന്റെ സ്ഥാനത്ത് എന്ത് എഴുതി കൊടുക്കണം? ഐ എന്ന് എഴുതണം. ക്ലിയർ ആയോ? അപ്പൊ യു ആണ് ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിൽ വരുന്നതെങ്കിൽ സെഡ് ടുവിന് ശേഷം വരുന്ന സബ്ജക്റ്റ് ഏതാണ് അതാക്കി കൊടുക്കുക. അതൊരു ഒബ്ജക്റ്റ് രൂപമാണെങ്കിൽ യുവിന്റെ സ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ സബ്ജക്റ്റ് രൂപം എഴുതണം. ഒന്ന് ശ്രദ്ധിച്ചേ, സബ്ജക്റ്റ് ഒബ്ജക്റ്റ്. ഇവിടെ ഐയുടെ ഒബ്ജക്റ്റ് രൂപമാണ് മീ എന്ന് പറയുന്നത്. ഐയുടെ ഒബ്ജക്റ്റ് രൂപമാണ് മീ എന്ന് പറയുന്നത്. ഇനി വിയുടെ ഒബ്ജക്റ്റ് രൂപമാണ് അസ് എന്ന് പറയുന്നത്. വിയുടെ ഒബ്ജക്റ്റ് രൂപമാണ് അസ് എന്ന് പറയുന്നത്. യുവിന്റെ ഒബ്ജക്റ്റ് രൂപം യു തന്നെ. ഹി ആണെങ്കിൽ ഹിം, ഷീ ആണെങ്കിൽ ഹെർ, ഇറ്റ് ആണെങ്കിൽ ഇറ്റ് തന്നെ, ദേ ആണെങ്കിൽ ദം. ഒന്ന് പറഞ്ഞേ, ഐയുടെ ഒബ്ജക്റ്റ് രൂപം മീ, വി ആണെങ്കിലോ അസ്, യു ആണെങ്കിൽ എന്ത് തന്നെ? യു തന്നെ. ഹി ആണെങ്കിൽ ഹിം, ഷീ ആണെങ്കിൽ ഹെർ, ഇറ്റ് ആണെങ്കിൽ ഇറ്റ് തന്നെ, ദേ ആണെങ്കിൽ ദം. ക്ലിയർ ആണോ? നോക്കിയേ, നമ്മൾ പറഞ്ഞെങ്ങനെയായിരുന്നു? ഇപ്പൊ ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിൽ ഐ കോമ വി ആണ് വരുന്നതെങ്കിൽ സെഡിന്റെ മുന്നിൽ കിടക്കുന്ന സബ്ജക്റ്റ്, അതായത് ആരാണോ സംസാരിച്ച ആ സംസാരിച്ച ആൾക്കനുസരിച്ച് ഐയും അല്ലെങ്കിൽ വിയെയും മാറ്റണം. ഇനി ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിൽ യു ആണ് വരുന്നെങ്കിൽ സെഡ് ടുവിന് ശേഷം വരുന്ന സബ്ജക്റ്റ് ആരോടാണോ സംസാരിച്ചത്, അതായത് കേട്ട ആൾക്കനുസരിച്ച് മാറ്റണം. നമുക്ക് അങ്ങനെ ചിലപ്പോൾ പറഞ്ഞാൽ നമുക്ക് കിട്ടൂല. നമ്മൾ ആകെപ്പാടെ ഒരു ചോദ്യത്തിൽ നിന്ന് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി നോക്കുന്നു. ആര്, ആരോട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
പാടാണ്. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. അപ്പൊ നമ്മൾ പറഞ്ഞത് ഐ കോമ വി എന്ന് കഴിഞ്ഞാൽ സെഡിന്റെ മുന്നിൽ ഏതാണോ സബ്ജക്റ്റ് അതാക്കി കൊടുക്കുക. ഒരു പ്രോനോൺ ആണ് കിടക്കുന്നത്, ആ പ്രോനോൺ അതുപോലെ അങ്ങ് എടുത്ത് എഴുതുക. പേരുകളാണെങ്കിൽ അതിന് ഉചിതമായ പ്രോനോൺ എഴുതി കൊടുക്കുക. ഇനി യു ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ സെഡ് ടുവിന് ശേഷം വരുന്ന സബ്ജക്റ്റ് അതൊരു ഒബ്ജക്റ്റ് രൂപമാണെങ്കിൽ അതിന്റെ സബ്ജക്റ്റ് രൂപം എഴുതണം. എന്താണ് ഈ ഒബ്ജക്റ്റ് സബ്ജക്റ്റ് നമ്മൾ പറഞ്ഞു. പിള്ളേർ എത്രയേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞു. ഐ ആണെങ്കിൽ അതിനെന്താക്കുക, മീ അതിന്റെ ഒബ്ജക്റ്റ് ആണ്. വി ആണെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റ് ഏതാ, അസ്. യു ആണെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റ് ഏതാ, യു തന്നെ. ഹിം ആണെങ്കിൽ ഹി, ഹെർ ആണെങ്കിൽ ഷീ, ഇറ്റ് ആണെങ്കിൽ ഇറ്റ് തന്നെ. ദേ ആണെങ്കിൽ ദം ആണ് കുട്ടികളെ. ദേ ആണെങ്കിൽ ദം, ദേ ആണെങ്കിൽ ദം. ഓക്കെ, ദേ എന്ന് എഴുതല് ദം ആണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാലും മതി. യു എങ്ങനെ മാറുന്നു, ഇത് പഠിച്ചാലും മതി. രണ്ട് രീതി ഞാൻ പറഞ്ഞുതരും. യു എങ്ങനെ മാറുന്നു. ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിൽ യു വരികയാണെങ്കിൽ, ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിൽ യു വരികയാണെങ്കിൽ സെഡ് ടു മീ വരുന്ന സെന്റൻസിൽ യുവിന്റെ സ്ഥാനത്ത് എന്ത് എഴുതുക കുട്ടികളെ, ഐ എഴുതി കൊടുക്കുക. സെഡ് ടു മീ വരുന്ന സെന്റൻസിൽ യുവിന്റെ സ്ഥാനത്ത് എന്ത് എഴുതുക, ഐ എഴുതുക. ഇനി സെഡ് ടു ഹിം എന്ന് കിടക്കുന്ന സെന്റൻസ് ആണെങ്കിൽ യുവിന്റെ സ്ഥാനത്ത് എന്ത് എഴുതി കൊടുക്കുക, ഹി എന്ന് എഴുതി കൊടുക്കുക. ഇത്രേ ഉള്ളൂ. സെഡ് ടു ഹിം ആണെങ്കിൽ ഹി എഴുതി കൊടുക്കുക. ഇനി സെഡ് ടു ഹെർ എന്നാണെങ്കിൽ എന്ത് എഴുതി കൊടുക്കുക, ഷീ എന്ന് എഴുതുക. ഹെറിന്റെ സബ്ജക്റ്റ് ആണ് ഷീ എന്ന് പറയുന്നത്. സെഡ് ടു ഹെർ എന്ന് കിടക്കുകയാണെങ്കിൽ ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിൽ യു വന്നു കഴിഞ്ഞാൽ എന്താക്കി കൊടുക്കുക, ഷീ ആക്കി കൊടുക്കുക. ഇനി അതുപോലെ സെഡ് ടു അസ് ആണ് കിടക്കുന്നെങ്കിൽ എന്ത് ചെയ്യുക, ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിൽ വി എന്ന് എഴുതി കൊടുക്കുക. സെഡ് ടു ദം ആണ് കിടക്കുന്നെങ്കിൽ ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിൽ യുവിന്റെ സ്ഥാനത്ത് എന്ത് എഴുതുക, ദേ എഴുതുക. ഇങ്ങനെ പഠിച്ചാലും മതി. അപ്പൊ യു എങ്ങനെ മാറുന്നു, ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിൽ സബ്ജക്റ്റ് ആയിട്ട് യു ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഐയും ബിയും പറഞ്ഞു, സെഡിന്റെ മുന്നിൽ കിടക്കുന്ന സബ്ജക്റ്റ് ആക്കാൻ പറഞ്ഞു. യുവിന്റെ കാര്യത്തിലാണ് നിങ്ങൾ ഇനി ഡൗട്ട് അടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് രീതി ഞാൻ പറഞ്ഞു തന്നത്. സെഡ് ടുവിന് ശേഷം വരുന്ന സബ്ജക്റ്റിനനുസരിച്ച് യുവിനെ മാറ്റി കൊടുക്കുക. അതൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ പ്രോനോണിന്റെ സബ്ജക്റ്റ് രൂപം എഴുതുക. അങ്ങനെ പഠിക്കാൻ പാടുള്ള കുട്ടികൾ ഇത് പഠിക്കുക. സെഡ് ടു മീ വരുന്ന സെന്റൻസിൽ ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിൽ യു ആണ് സബ്ജക്റ്റ് കിടക്കണമെങ്കിൽ യുവിന്റെ സ്ഥാനത്ത് എന്ത് എഴുതി കൊടുക്കുക, ഐ എഴുതി കൊടുക്കുക. സെഡ് ടു ഹിം ആണ് കിടക്കുന്നതെങ്കിൽ യുവിന്റെ സ്ഥാനത്ത് എന്ത് എഴുതി കൊടുക്കുക, ഹി എഴുതുക. സെഡ് ടു ഹെർ ആണെങ്കിൽ ഷീ എഴുതുക. സെഡ് ടു അസ് ആണെങ്കിൽ വി എഴുതുക. സെഡ് ടു ദം ആണെങ്കിൽ ദേ എഴുതുക. അപ്പൊ ഐ വി യു മൂന്ന് പ്രൊനൗണുകളുടെയും ക്ലിയർ ആണല്ലോ. ചോദ്യങ്ങൾ എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വളരെ പടപട ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി സബ്ജക്റ്റ് ആയിട്ട് ഹി ഷീ ഇറ്റ് ദേ, ബാക്കി നിൽക്കുന്ന സബ്ജക്റ്റ് ഹി ഷീ ഇറ്റ് ദേ, ഇവയിൽ ഏതെങ്കിലും ഒന്നാണ് വരുന്നതെങ്കിൽ മാറ്റണ്ട, ആ സബ്ജക്റ്റുകൾ മാറ്റണ്ട. അതായത് തേർഡ് പേഴ്സൺ സബ്ജക്റ്റുകളാണെങ്കിൽ മാറ്റണ്ട. ഹി ഷീ ഇറ്റ് ദേ. ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിൽ ഓൾറെഡി ഹി എന്നോ ഷീ എന്നോ ഇറ്റ് എന്നോ ദേ എന്നോ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളാണെങ്കിൽ അവ മാറ്റരുത്, അവയിൽ മാറ്റമില്ല. അവ അതുപോലെ തന്നെ എഴുതിയാൽ മതി, അവ മാറ്റണ്ട. അപ്പൊ ആ സബ്ജക്റ്റുകളുടെ മാറ്റം മാത്രം എന്നോടൊപ്പം ഒന്ന് പറഞ്ഞാൽ കൂട്ടില്ലേ. ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിൽ ഐ കോമ വി ആണ് വരുന്നതെങ്കിൽ സെഡിന്റെ മുന്നിൽ വരുന്ന സബ്ജക്റ്റ് ഏതാണോ അതാക്കുക. സബ്ജക്റ്റ് ആയിട്ട് യു ആണ് വരുന്നതെങ്കിൽ സെഡ് ടുവിന് ശേഷം വരുന്ന സബ്ജക്റ്റിനനുസരിച്ച് മാറ്റുക. അതൊരു ഒബ്ജക്റ്റ് രൂപമാണെങ്കിൽ പ്രോനോണിന്റെ സബ്ജക്റ്റ് രൂപം വേണം യുവിന്റെ സ്ഥാനത്ത് എഴുതാൻ. ഇനി അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ പറയാം, യു ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിൽ യു വരികയും എന്നാൽ സെഡ് ടു മീ വരുന്ന സെന്റൻസിൽ യുവിന്റെ സ്ഥാനത്ത് ഐ എഴുതുക. സെഡ് ടു ഹിം ആണ് വരുന്നതെങ്കിൽ യുവിന്റെ സ്ഥാനത്ത് ഹി എഴുതുക. സെഡ് ടു ഹെർ ആണെങ്കിൽ യുവിന്റെ സ്ഥാനത്ത് ഷീ എഴുതുക. സെഡ് ടു ദം ആണെങ്കിൽ ദേ എഴുതുക. സെഡ് ടു അസ് ആണെങ്കിൽ വി എഴുതുക. ഇനി ഹി ഷീ ഇറ്റ് ദേ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളാണെങ്കിൽ മാറ്റമുണ്ടാ, മാറ്റരുത്. ലാസ്റ്റത്തെ പോയിന്റ് നോക്കിയേ, റിപ്പോർട്ടിംഗ് റൂള് പാലിക്കുക. റിപ്പോർട്ടിംഗ് റൂൾ അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഈസ് ആമുണ്ടെങ്കിൽ അതിനെ വാസാക്കുക, ആറാണെങ്കിൽ വേറാക്കുക, ഹാസ് ഹാവ് ആണെങ്കിൽ ഹാഡ് ആക്കുക, ഹാഡ് ആണെങ്കിൽ ഹാഡ് തന്നെ എഴുതുക. വില്ലാണെങ്കിലോ വുഡ്, ഷാൾ ആണെങ്കിൽ ഷുഡ്, ക്യാൻ ആണെങ്കിൽ കുഡ്, മേ ആണെങ്കിൽ മൈറ്റ്, മസ്റ്റ് ആണെങ്കിൽ ഹാഡ് ടു, V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഡു അല്ലെങ്കിൽ ഡസ് ആണ് വരുന്നതെങ്കിൽ V2 ആക്കുക. V2 അല്ലെങ്കിൽ ഡിഡ് ആണെങ്കിൽ ഹാഡ് പ്ലസ് V3 ആക്കുക. ക്ലിയർ ആണോ കുട്ടികളെ? ക്ലിയർ ആണോ? റിപ്പോർട്ടായി, സെന്റൻസ് റിപ്പോർട്ടായി. ഇത്രേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. നമുക്ക് ആദ്യം പറഞ്ഞ ചോദ്യം ഉണ്ടല്ലോ, അതൊന്ന് ചെയ്തു നോക്കാം. നിങ്ങൾ എന്നെ ഒന്ന് പറഞ്ഞു നോക്കിയാണ് കുട്ടികളെ. ഈ ചോദ്യം ഒന്ന് പറഞ്ഞു നോക്കിയേ. നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ചോദ്യം ഒന്ന് പറഞ്ഞു നോക്കിയേ. ഈ രണ്ട് ചോദ്യം ഒന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങൾ എന്നെ പറ നോക്കിയേ. തന്നിരിക്കുന്ന ചോദ്യത്തിൽ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം നിങ്ങൾ എന്നെ പറഞ്ഞു നോക്കിയേ. ഹി സെഡ് ഐ ആം ഗോയിങ് ടു സ്കൂൾ. കണ്ടല്ലോ,
സെഡ് വന്നു കഴിഞ്ഞാൽ എന്ത് ചേർക്കാൻ പറഞ്ഞു കൂട്ടില്ലേ? ദാറ്റ് ചേർക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെ പറഞ്ഞു തുടങ്ങാം? നിങ്ങളുടെ പറഞ്ഞു നോക്ക്. എല്ലാവരും എന്നോടൊപ്പം ഒന്ന് ഉറച്ചു പറഞ്ഞേ. ഹി സെഡ് ദാറ്റ്. ഹി സെഡ് ദാറ്റ്. ഐ എന്തായിട്ട് മാറും കൂട്ടില്ലേ? നമുക്ക് ഐ കോമ വി വന്നു കഴിഞ്ഞാൽ സെഡിന്റെ മുന്നിൽ കിടക്കുന്ന സബ്ജക്റ്റ് ഏതാണോ അതാക്കാൻ പറഞ്ഞു. സെഡിന്റെ മുന്നിൽ ഏതാ കിടക്കുന്നത്? ഹി. അപ്പോൾ നമ്മൾ അവിടെ എന്താ എഴുതി കൊടുത്തു? ഹി എന്ന് എഴുതി. ഇനി ആമിന്റെ പാസ്റ്റ് റിപ്പോർട്ടിംഗ് റൂൾ പാലിക്കുക. ആമിന്റെ പാസ്റ്റ് ഏതാ? വാസ്. വേറെ ഒരു വാക്കും മാറ്റണ്ട. ഹി വാസ് ഗോയിങ് ടു സ്കൂൾ. ഹി വാസ് ഗോയിങ് ടു സ്കൂൾ. റിപ്പോർട്ടായി. റിപ്പോർട്ടായി. മനസ്സിലായ? അടുത്ത ചോദ്യം. ഹി സെഡ് ടു മീ യു വിൽ സിംഗ് എ സോങ്. നോക്കടോ, സെഡ് ടു ആണ് വരുന്നത്. സെഡ് ടു എന്ന് കഴിഞ്ഞാൽ എന്താക്കാൻ പറഞ്ഞു? ടോൾഡ് ആക്കാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് എങ്ങനെ പറഞ്ഞു തുടങ്ങാം? ഹി ടോൾഡ്. അത് കഴിഞ്ഞിട്ട് മീ ചേർക്കണം. മീ. എന്നിട്ട് എന്ത് ചേർക്കണം കുട്ടികളെ? രണ്ട് സെന്റൻസിന് നടുക്ക് ദാറ്റ്. ഹി ടോൾഡ് മീ ദാറ്റ്. ഇവിടെ നോക്കിയാണ് കുട്ടികളെ, യു ആണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. യു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറഞ്ഞു? സെഡ് ടുവിന് ശേഷം വരുന്ന സബ്ജക്റ്റ് ഏതാണോ അതിനനുസരിച്ച് മാറ്റണം. അതൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ യുവിന്റെ സ്ഥാനത്ത് അതിന്റെ സബ്ജക്റ്റ് ആണ്. മീയുടെ സബ്ജക്റ്റ് ഉപ ഏതാ? ഐ ആണ്. അല്ല എങ്കിൽ നമ്മൾ എങ്ങനെ പറഞ്ഞു? സെഡ് ടു മീ വരുന്ന സെൻസിൽ യുവിന്റെ സ്ഥാനത്ത് എന്ത് എഴുതാൻ പറഞ്ഞു? ഐ എഴുതാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ അവിടെ എന്ത് എഴുതി കൊടുത്ത്? ഐ എന്ന് എഴുതി. മനസ്സിലായോ? രണ്ട് രീതിയിൽ എങ്ങനെയാണോ ചിന്തിക്കാം. ഇനി അടുത്ത റിപ്പോർട്ടിങ്ങിനുള്ള പാലിക്കുക. വില്ലിന്റെ പാസ്റ്റ് ഏതാ? വുഡ്. ഐ വുഡ് സിംഗ് എ സോങ്. ഐ വുഡ് സിംഗ് എ സോങ്. റിപ്പോർട്ടായി. ക്ലിയർ ആയോ? അപ്പൊ ഹി ടോൾഡ് മീ ദാറ്റ് ഐ വുഡ് സിംഗ് എ സോങ്. ക്ലിയർ ആയോ? ആയോ? ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഒരു റിപ്പോർട്ടിംഗ് റൂള് വെച്ചിട്ടും കാര്യങ്ങൾ പറഞ്ഞു. സ്റ്റേറ്റ്മെന്റ് സെന്റൻസിന്റെ റിപ്പോർട്ടിങ് പറഞ്ഞു. ഇനി നമുക്ക് ചോദ്യങ്ങൾ ചേഞ്ച് ചെയ്യാം. നോക്കിയാണെങ്കിൽ ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ്. തന്നിരിക്കുന്ന ചോദ്യത്തെ ഇൻഡയറക്റ്റിലോട്ട് മാറ്റാനാണ്. സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകളുടെ ഇൻഡയറക്റ്റ് ഓപ്ഷനൊന്നുമില്ല, ഡയറക്റ്റ് ചേഞ്ച് ചെയ്ത് പോകണം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം, ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ നോട്ടിൽ ചോദ്യം പകർത്തുക. നിങ്ങൾ ആദ്യം എഴുതണം. എന്നിട്ട് ഞാൻ എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്കിലേ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുള്ളൂ. അല്ലാണ്ട് നോക്കിയിരുന്ന ഉപകാരപ്പെടൂല. ഇവിടെ നിങ്ങൾ എന്നോടൊപ്പം ചോദ്യം ചെയ്യുക. ചോദ്യങ്ങൾ അതാണ്, ഞാൻ ഓപ്ഷൻ ഒന്നും ഇല്ലാണ്ടാണ് ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. ഒരു ടോപ്പിക്കിൽ ഞാൻ ടോപ്പിക് എടുക്കുന്ന സമയത്ത് ഓപ്ഷൻ ഇടാറില്ല. ഓപ്ഷൻ ഇല്ലാണ്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അത് കൂടുതൽ കുട്ടികൾ ശ്രദ്ധിക്കുന്നതിനും കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിനും ഇത് കാരണമാവും. അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ ഓപ്ഷൻ നോക്കി ചോദ്യം, നിങ്ങളുടെ ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളോ അല്ലെങ്കിൽ പോസിബിൾ ക്വസ്റ്റ്യൻസോ ഒക്കെ വരുമ്പോൾ ഓപ്ഷൻസ് നോക്കിയാൽ മതി. അതിലും ഞാൻ ഓപ്ഷൻ ഉൾപ്പെടുത്തരുതെന്നേ ഞാൻ പറയുള്ളൂ. ചെയ്ത് അല്ലാണ്ട് ശീലിക്കുന്നതാണ് കുറച്ചും കൂടെ ഉചിതം. ഓക്കെ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ എന്ത് ചെയ്യും, ആ മറ്റേ കണ്ട് മനസ്സിലാക്കുന്ന രീതികളിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ ചിന്തിച്ച് തെറ്റിക്കാതെ ചെയ്യാൻ ആക്യുറസി വളരെ കൂടും. ഓക്കെ. നോക്കിയാണ് വീട്ടിലെ ചോദ്യങ്ങൾ നോക്കിയോണം. എല്ലാവരും എന്നോടൊപ്പം ചോദ്യം എഴുതിയിട്ട് എന്നോടൊപ്പം ചെയ്തോണം. ചെയ്തതിന് ശേഷം നിങ്ങൾ ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ നോക്കി ടിക്കറ്റ് പോകണം. ചോദ്യം ഇതാണ്. ഐ ആം ഡ്രിങ്കിങ് കോഫി. ഐ ആം ഡ്രിങ്കിങ് എ കോഫി. സെഡ് രാമു. ഐ ആം ഡ്രിങ്കിങ് കോഫി സെഡ് രാമു. അപ്പൊ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ കൂട്ടില്ല? ദാ ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിൽ കിടക്കുന്നത് ഐ ആം ഡ്രിങ്കിങ് കോഫി എന്നാണ്. ആരാണ് പറഞ്ഞത്? രാമു ആണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എങ്ങനെ പറഞ്ഞു തുടങ്ങാം? രാമു സെഡ് വന്നുകൊണ്ട് എന്ത് ചേർക്കാൻ കൂട്ടില്ല? രാമു സെഡ് ദാറ്റ്. രാമു സെഡ് ദാറ്റ്. നോക്കടോ, ഇവിടെ ഐ ആണ്. ഐ രാമുവിനനുസരിച്ച് എന്തായിട്ട് മാറും? പേരായതുകൊണ്ട് പ്രോനോൺ എഴുതണം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഹി. എന്ത് ചെയ്യുന്നൂടെ? രാമു സെഡ് ദാറ്റ് ഹി. ഇനി ആമിന്റെ പാസ്റ്റ് ഏതാണ് കൂട്ടില്ലേ? വാസ്. ഹി വാസ് ഡ്രിങ്കിങ്. ഹി വാസ് ഡ്രിങ്കിങ് കോഫി. ഹി വാസ് ഡ്രിങ്കിങ് കോഫി. ഇത്രേ ഉള്ളൂ. റിപ്പോർട്ടായി. രാമു സെഡ് ദാറ്റ് ഹി വാസ് ഡ്രിങ്കിങ് കോഫി. രാമു സെഡ് ദാറ്റ് ഹി വാസ് ഡ്രിങ്കിങ് കോഫി. ശരിയായ കുട്ടികൾ ശരി ഇട്ടോ. ശരി ഇട്ടോ. ശരി ഇട്ടോ. ശരിയായൊരു ശരി ഇട്ടോ. ലാസ്റ്റ് കൗണ്ട് ചെയ്ത് മാർക്ക് നോക്കാം. രണ്ടാമത്തെ ചോദ്യം നോക്കിയാണ്ടേ. രാജു സെഡ് ഐ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്. രാജു സെഡ്. എല്ലാവരും ചോദ്യം എഴുതിയിട്ട് ഉത്തരം എഴുതി നോക്കിയേ. രാജു സെഡ് ഐ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്. എങ്ങനെ പറഞ്ഞു തുടങ്ങാം കുട്ടികളെ? നമുക്ക് സെഡ് ആണ്. അപ്പൊ ദാറ്റ് ചേർത്തങ്ങ് പറഞ്ഞാൽ മതി. എങ്ങനെ പറയാം? രാജു സെഡ് ദാറ്റ്. രാജു സെഡ് ദാറ്റ്. ഇനി ഐ നോക്ക. ഐ കോമ വി എന്ന് പറഞ്ഞാൽ സെഡിന്റെ മുന്നിൽ കിടക്കുന്ന സബ്ജക്റ്റിനനുസരിച്ച് മാറ്റാൻ. അതൊരു പേരായതുകൊണ്ട് ആ പേരിന്റെ ഉചിതമായ പ്രോനോൺ ഉപയോഗിക്കുക. അപ്പൊ രാജുവിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹി. ഇനി ഹാവിന്റെ പാസ്റ്റ് ഏതാ? ഹി ഹാഡ്. ഹി ഹാഡ് ബീൻ. വേറെ ഒന്നും മാറ്റണ്ട. ഹി ഹാഡ് ബീൻ പ്ലേയിങ്. ഹി ഹാഡ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്. ഹി ഹാഡ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്. വേറെ ഒന്നും മാറ്റൂല. റിപ്പോർട്ടിംഗ് റൂള് ഹാവിന്റെ പാസ്റ്റ് ഹാഡ്. അപ്പൊ നമുക്ക് എങ്ങനെ ഉത്തരം കിട്ടുന്നു?
രാജു സെഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഉത്തരം ശരിയാണ്. 2 ചോദ്യത്തിന് ഉത്തരം എത്ര പേർക്ക് ശരിയായി? ശരിയാവണുണ്ടോ? അടുത്ത ചോദ്യം നോക്കിയേ. ഹി സെഡ് ഐ വെന്റ് ടു ചർച്ച്. ഹി സെഡ് ഐ വെന്റ് ടു ചർച്ച്. കുട്ടികളെ ഒരു എളുപ്പ വഴിയും കൂടെ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ആദ്യം ചെയ്യണം, ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പം ഈ വെന്റ് വരുന്ന സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താക്കാൻ പറഞ്ഞു? ഹാഡ് പ്ലസ് V3 ആക്കാൻ പറഞ്ഞു അല്ലേ? വെന്റ് V2 ആണ്, ഹാഡ് പ്ലസ് V3 ആക്കുക, അതായത് ഹാഡ് ഗോൺ ആക്കുക. നമ്മൾ മുകളിൽ ഹാഡ് ഗോൺ എന്ന് എഴുതി വയ്ക്കുക, ഹാഡ് ഗോൺ എന്ന് എഴുതി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ 4 ഓപ്ഷൻ കിടക്കുകയല്ലേ, 4 ഓപ്ഷൻ നോക്കണം. അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിലെ ഹാഡ് ഗോൺ കാണുള്ളൂ, ഒറ്റ ഓപ്ഷനിലെ ഹാഡ് ഗോൺ കാണുള്ളൂ. അത് തന്നെ ഉത്തരം. ഇപ്പോൾ ആമ് വരുന്ന സെൻസിൽ വാസ് ഓപ്ഷനിൽ ഏതെങ്കിലും ഉണ്ടെന്ന് നോക്കുക. അത് ഒന്നോ ചിലപ്പോൾ 2 എണ്ണത്തിലോ കാണും. ഒരെണ്ണത്തിലാണെങ്കിൽ നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, അത് തന്നെ ഉത്തരം. ഹാവ് വരുന്ന സെൻസ് ആണെങ്കിൽ ഹാഡ് വരുന്ന ഓപ്ഷൻ നോക്കിയാൽ അത് ചിലപ്പോൾ ഒരെണ്ണേ കാണുള്ളൂ, അത് തന്നെ ഉത്തരം. ബഹുഭൂരിഭാഗം ചോദ്യങ്ങൾ അങ്ങനെയുള്ളൂ. ഇൻ കേസ് ചിലതിലല്ലേ 2 എണ്ണം വരുള്ളൂ. 2 എണ്ണം വരികയാണെങ്കിൽ നമ്മൾ ഈ സബ്ജക്റ്റിന്റെ കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മളൊന്ന് പറഞ്ഞു നോക്കിയാണ് ഇവിടെ. ഹി സെഡ് ഐ വെന്റ് ടു ചർച്ച്. എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? ഹി സെഡ് ദാറ്റ് പറഞ്ഞു നോക്ക്. ഹി സെഡ് ദാറ്റ് ഐ എന്തായിട്ട് മാറും കൂട്ടില്ലേ? ഐ ഹീക്ക് അനുസരിച്ച്, സെഡിന്റെ മുന്നിൽ ഹീക്ക് അനുസരിച്ച് ഹി എന്ന് എഴുതുക. വെന്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹാഡ് പ്ലസ് V3, അതായത് ഹാഡ് ഗോൺ. വെന്റ് എന്ന് പറഞ്ഞാൽ V2 ആണ്. ഹാഡ് ഗോൺ ടു ചർച്ച്, ഹാഡ് ഗോൺ ടു ചർച്ച് റിപ്പോർട്ട് ചെയ്തു അല്ലേ? ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് ഗോൺ ടു ചർച്ച്. ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് ഗോൺ ടു ചർച്ച്. ക്ലിയർ ആണോ? അടുത്ത് നോക്കിയേ ചോദ്യം. മനു സെഡ് ഐ വാസ് വാച്ചിങ് എ മൂവി. മനു സെഡ് ഐ വാസ് വാച്ചിങ് എ മൂവി. നോക്കടോ, സെഡ് വരുന്ന സെന്റൻസ് റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞേ. മനു എങ്ങനെ പറയാം? മനു സെഡ് ദാറ്റ്. മനു സെഡ് ദാറ്റ് ഐ എന്തായിട്ട് മാറും കൂട്ടല്ലേ? മനുവിനനുസരിച്ച് ഹി. ഓക്കെ, ഈ മനു ആണായതുകൊണ്ട് ഹി ആയി. വാസ് അല്ലെങ്കിൽ വേറെ വരുന്ന സെന്റൻസുകൾ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ് എന്താക്കാൻ പറഞ്ഞു കൂട്ടല്ലേ? റിപ്പോർട്ടിംഗ് റൂൾ അനുസരിച്ച് എന്താക്കാൻ പറഞ്ഞു? പറ. ഹാഡ് ബീൻ ആക്കുക. ഓക്കെ, ഹാഡ് ബീൻ. ഹാഡ് ബീൻ വാച്ചിങ്. ഹാഡ് ബീൻ വാച്ചിങ് എ മൂവി. വെർബൊന്നും മാറ്റണ്ട, എ മൂവി. ഞാൻ വെർബൊന്നും മാറ്റാൻ പറഞ്ഞില്ല. അപ്പൊ നമ്മൾ എന്തോ പറഞ്ഞു? മനു സെഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ വാച്ചിങ് എ മൂവി. മനു സെഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ വാച്ചിങ് എ മൂവി. റിപ്പോർട്ടായി. ക്ലിയർ ആയോ? ശരിയുള്ളവർ ശരി കിട്ടോ കുട്ടികളെ? ശരിയുള്ളവർ ശരി കിട്ടോ? 4 ചോദ്യവും ശരിയായ എത്ര പേരുണ്ട്? ഓക്കെ, അടുത്ത നോക്കിയേ ചോദ്യം. ഗോവിന്ദ് സെഡ് ഐ ഹാഡ് സ്റ്റാർട്ടഡ് എ ബിസിനസ്. ഗോവിന്ദ് സെഡ് ഐ ഹാഡ് സ്റ്റാർട്ടഡ് എ ബിസിനസ്. റിപ്പോർട്ട് ചെയ്തേ. അപ്പൊ സെഡ് ആയതുകൊണ്ട് ദാറ്റ് ചേർത്തെങ്കിൽ പറഞ്ഞാൽ മതി. എങ്ങനെ പറയാം? ഗോവിന്ദ്. ഗോവിന്ദ് സെഡ് ദാറ്റ്. ഗോവിന്ദ് സെഡ് ദാറ്റ് ഐ. ഗോവിന്ദിനനുസരിച്ച് എന്തായിട്ട് മാറും കുട്ടികളെ? ഹി. ഹാഡിൽ മാറ്റം ഉണ്ടാ? ഹാഡ് വരുന്ന സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു എന്ത് തന്നെ എഴുതാൻ പറഞ്ഞു? ഹാഡ് തന്നെ എഴുതാൻ പറഞ്ഞു. അപ്പൊ ഹി ഹാഡ്. ഹി ഹാഡ് സ്റ്റാർട്ടഡ്. ഹി ഹാഡ് സ്റ്റാർട്ടഡ് എ ബിസിനസ്. ഹി ഹാഡ് സ്റ്റാർട്ടഡ് എ ബിസിനസ്. എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ കൂട്ടില്ലേ? ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ് ആണേ. ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്ക് ഒഴിവാക്കി കളയുക. എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കിടക്കുന്ന കോമ ഒഴിവാക്കുക. സെന്റൻസ് ഒറ്റ സെന്റൻസ് ആയിട്ട് മാറ്റി. അപ്പൊ ഗോവിന്ദ് സെഡ് ദാറ്റ് ഹി ഹാഡ് സ്റ്റാർട്ടഡ് എ ബിസിനസ്. ഗോവിന്ദ് സെഡ് ദാറ്റ് ഹി ഹാഡ് സ്റ്റാർട്ടഡ് എ ബിസിനസ്. മറ്റില്ല. അടുത്ത ചോദ്യം നോക്കിയേ. The teacher said to him. The teacher said to him, you must get back before the lunch break. You must get back before the lunch break. നോക്കടോ, സെഡ് ടു വരുന്ന സെൻസ് ആദ്യം അവിടെ എന്താക്കുക? ടോൾഡ് ആക്കുക. ഓക്കെ, യു വരുന്ന സെൻസ് ശ്രദ്ധയിലിരിക്കണേ. അപ്പൊ നമുക്ക് എങ്ങനെ പറഞ്ഞു തുടങ്ങാൻ കുട്ടികളെ? ദ ടീച്ചർ. ദ ടീച്ചർ ടോൾഡ് മീ അല്ലെങ്കിൽ ടോൾഡ് ഹിം. ടോൾഡ് ഹിം ദാറ്റ്. 2 സെന്റൻസിന് നടുക്കാണ് ദാറ്റ്. ഇവിടെ ഹിം ചേർക്കാൻ മറക്കല്ലേ. ദ ടീച്ചർ ടോൾഡ് ഹിം ദാറ്റ്. നോക്കടോ, യു ആണ്. യു എന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൂട്ടല്ലേ? സെഡ് ടുവിന് ശേഷം കിടക്കുന്ന സബ്ജക്റ്റ് ഏതാണ് നോക്കുക. അത് ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിന്റെ സബ്ജക്റ്റ് രൂപം വേണം യുവിന്റെ സ്ഥാനത്ത് എഴുതാൻ. അല്ലെങ്കിൽ സെഡ് ടു ഹിം വന്നു കഴിഞ്ഞാൽ എന്താക്കാൻ പറഞ്ഞു? യുവിന്റെ സ്ഥാനത്ത് ഹി എഴുതാൻ പറഞ്ഞു. അവിടെ സെഡ് ടു ഹിം ആണ്. അപ്പൊ ഹി എഴുതി കൊടുത്തു യുവിന്റെ സ്ഥാനത്ത്. ഹി. മസ്റ്റ് വരുന്ന സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താക്കി കൊടുക്കണം കൂട്ടല്ലേ? ഹാഡ് ടു ആക്കി കൊടുക്കുക. ഹാഡ് ടു. ഹി ഹാഡ് ടു. ഹി ഹാഡ് ടു ഗെറ്റ് ബാക്ക്. ഹി ഹാഡ് ടു ഗെറ്റ് ബാക്ക് ബിഫോർ
ദ ലഞ്ച് ബ്രേക്ക്. ബിഫോർ, വേറെ ഒന്നും മാറ്റണ്ട, ബിഫോർ ദ ലഞ്ച് ബ്രേക്ക്. ബിഫോർ ദ ലഞ്ച് ബ്രേക്ക് എങ്ങനെ കിട്ടുന്നു കിട്ടില്ലേ? ദ ടീച്ചർ ടോൾഡ് ഹിം ദാറ്റ് he had to get back before the lunch break. ബിഫോർ ദ ലഞ്ച് ബ്രേക്ക്. ശരിയുള്ളവർ ശരി കേട്ടോ. അടുത്ത ചോദ്യം നോക്കിയേ. ചോദ്യം ഇതാണ്. He said I will sing a song. He said I will sing a song. റിപ്പോർട്ട് ചെയ്തേ. സെഡ് വരുന്ന സെന്റൻസ്. അപ്പൊ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? He said that. ഐ എന്തായിട്ട് മാറും കൂട്ടല്ലേ? ഹീക്ക് അനുസരിച്ച് ഹി ആയിട്ട് മാറും. വില്ലിന്റെ പാസ്റ്റ് ഏതാ? വുഡ്. ഹി വുഡ് സിംഗ് എ സോങ്. ഹി വുഡ് സിംഗ് എ സോങ്. ഹി വുഡ് സിംഗ് എ സോങ്. റിപ്പോർട്ടായി. ഹി സെഡ് ദാറ്റ് ഹി വുഡ് സിംഗ് എ സോങ്. ഹി സെഡ് ദാറ്റ് ഹി വുഡ് സിംഗ് എ സോങ്. അടുത്ത ചോദ്യം നോക്കിയേ. ഹി സെഡ് ടു മീ. ഹി സെഡ് ടു മീ ഐ വിൽ ഹാവ് സങ് എ സോങ്. ഐ വിൽ ഹാവ് സങ് എ സോങ്. ഹി സെഡ് ടു മീ ഐ വിൽ ഹാവ് സങ് എ സോങ്. റിപ്പോർട്ട് ചെയ്തേ. സെഡ് ടുവിന് പകരം നമുക്ക് എന്താക്കി കൊടുക്കാൻ കിട്ടൂലേ? ടോൾഡ് ആക്കാം. സെഡ് ടുവിന് പകരം എന്താക്കാം? ടോൾഡ് ആക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? ഹി ടോൾഡ് മീ ദാറ്റ്. ഹി ടോൾഡ് മീ ദാറ്റ്. ഐ എന്തായിട്ട് മാറും കൂട്ടല്ലേ? ഹീക്ക് അനുസരിച്ച് ഹി ആയിട്ട് മാറി. വില്ലിന്റെ പാസ്റ്റ് ഏതാ? വുഡ്. ഹി വുഡ്. വേറെ ഒരു വാക്കും മാറ്റണ്ട. രണ്ട് ഓക്സിലറി ഒക്കെ വന്നു കഴിഞ്ഞാലും ആദ്യത്തെ ഓക്സിലറി പാസ്റ്റ് എഴുതിയാൽ മതി. രണ്ടാമത്തതിന് മാറ്റൊന്നും ചെയ്യണ്ട. ഹി വുഡ് ഹാവ്. ഹി വുഡ് ഹാവ് സങ് എ സോങ്. ഹി വുഡ് ഹാവ് സങ് എ സോങ്. എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ കിട്ടൂലേ? എങ്ങനെ കിട്ടുന്നു? ഹി ടോൾഡ് മീ ദാറ്റ് ഹി വുഡ് ഹാവ് സങ് എ സോങ്. ഹി ടോൾഡ് മീ ദാറ്റ് ഹി വുഡ് ഹാവ് സങ് എ സോങ്. ശരിയുള്ളൊരു ശരിയിട്ടെ. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ വളരെ എളുപ്പമല്ലേ? വേറെ എന്തെങ്കിലും പാടുണ്ടോ? നിങ്ങൾ നോക്കിയേ. നമ്മൾ പഠിച്ചതിലെല്ലാം എളുപ്പമുള്ള സാധനങ്ങളല്ലേ? നോക്കിയേ. അടുത്തത് ചോദ്യം. They said we are singing a song. They said we are singing a song. എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ കിട്ടൂലേ? നോക്ക്. ഇവിടെ വി ആണ് സബ്ജക്റ്റ്. അപ്പൊ നമുക്ക് എങ്ങനെ തുടങ്ങാം? They said that. They said that we. വി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കിട്ടൂലേ? ഐ കോമ വി ആണ് വരുന്നതെങ്കിൽ സെഡിന്റെ മുന്നിൽ ഏതാണോ സബ്ജക്റ്റ് അതാക്കുക. അപ്പൊ ദേയിലെ സെഡിന്റെ മുന്നിൽ ദേ ആക്കി കൊടുക്കുക. ആറിന്റെ പാസ്റ്റ് ഏതാണ് കിട്ടൂലേ? വേർ. They were singing a song. They were singing a song. They were singing a song. എങ്ങനെ റിപ്പോർട്ട് ചെയ്യാനുള്ളേ? They said that. They said that they were singing a song. They said that they were singing a song. റിപ്പോർട്ട് ചെയ്തവർ ശരിയിട്ടെ. എല്ലാവരും നിന്നോടൊപ്പം റിപ്പോർട്ട് ചെയ്യുന്നതാണ് വിശ്വസിക്കുന്നത് കേട്ടോ. നിങ്ങൾ ചെയ്താലേ ചെയ്യണേ കുട്ടികളെ. നോക്കി അടുത്ത ചോദ്യം നോക്കിയാണ്ടേ. He said I love romantic songs. അല്ലാണ്ട് ചോദ്യം ഉത്തരം പറഞ്ഞത് ഞാൻ എഴുതണം നോക്കിയിരുന്നിട്ട് നിങ്ങൾക്ക് എഴുതി ശീലിക്കണ്ടേ? അതിനാണ് ഈ പറയണത്. അതുകൊണ്ട് നിങ്ങൾ എന്നോടൊപ്പം ചോദ്യം ഒന്ന് എഴുതിയിട്ട് ഒന്ന് എഴുതി ശീലിക്കണേ. എന്ത് ചെയ്യുന്നു? ടോപ്പിക്കും എന്നോടൊപ്പം എഴുതണേ. അതൊന്ന് ആ റിപ്പോർട്ടിംഗ് റൂൾ മാത്രം എഴുതിയാൽ മതി. സബ്ജക്റ്റിനെ മാറ്റം എഴുതിയാൽ മതി. എന്നിട്ട് നിങ്ങൾ ബാക്കി ഒന്ന് എഴുതി എന്ത് ചെയ്യുന്നു? ചോദ്യങ്ങളൊന്ന് എന്ത് ചെയ്യുന്നു? വരുന്ന ചോദ്യങ്ങളൊന്ന് എഴുതിയെടുത്ത് അതിൻ്റെ ആൻസർ എന്ന് എഴുതണം. അത്രേ ഉള്ള കാര്യം. നിങ്ങൾ തന്നെ പഠിക്കും. He said I love romantic songs. He said I love romantic songs. എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ കൂട്ടല്ലേ? സെഡ് വരുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങാം? He said that. He said that. ഐ എന്തായിട്ട് മാറും കൂട്ടല്ലേ? ഹി ആയിട്ട് മാറും. ഹി ലവിന്റെ ലവ് എന്ന് പറഞ്ഞാൽ V1. V1 ഒന്ന് എന്താക്കാൻ പറഞ്ഞു? V2 ആക്കാൻ പറഞ്ഞു. അപ്പൊ ലവ്ഡ്. ഹി ലവ്ഡ് റൊമാൻറ്റിക് സോങ്സ്. എങ്ങനെ കിട്ടുന്നു കൂട്ടല്ലേ? He said that he loved romantic songs. ചോദ്യം നോക്കിയേ അടുത്തത്. He said I started a job yesterday. He said I started a job yesterday. എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? സെഡ് വരുന്ന സെന്റൻസ്. അപ്പൊ നമുക്ക് എങ്ങനെ തുടങ്ങാം? He said that. He said that. I ഹീക്ക് അനുസരിച്ച് എന്തായിട്ട് മാറുന്നു? He. സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാൽ V2 ആണ്. V2 എന്ന് കഴിഞ്ഞാൽ എന്താക്കാൻ പറഞ്ഞു കൂട്ടല്ലേ? ഹാഡ് പ്ലസ് V3 ആക്കാൻ പറഞ്ഞു. അപ്പൊ ഹാഡ് സ്റ്റാർട്ടഡ് ആയിട്ട് മാറും. ഹാഡ് സ്റ്റാർട്ടഡ് എ ജോബ്. ഹാഡ് സ്റ്റാർട്ടഡ് എ ജോബ്. യെസ്റ്റർഡേ എന്തായിട്ട് മാറും കൂട്ടല്ലേ? യെസ്റ്റർഡേ ദ പ്രീവിയസ് ഡേ ആയിട്ട് മാറും. അത്രേ ഉള്ളൂ. ദ പ്രീവിയസ് ഡേ. അപ്പൊ എങ്ങനെ കിട്ടുന്നു കൂട്ടല്ലേ? He said that he had started a job the previous day. He had started a job the previous day എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം നോക്കിയേ.
he said to me I will arrive in India on Monday. He said to me I will arrive in India on Monday. അപ്പോൾ നോക്ക് said to വരുന്ന സെന്റൻസ് റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞേ. he said to മാറ്റിയിട്ട് എന്താക്കാം, told me, he told me that I നോക്കടോ I ആണ്, I സെഡിന് മുന്നിൽ കിടക്കുന്ന സബ്ജക്റ്റ് ഏതായി, he ആയിട്ട് മാറി. വില്ലിന്റെ പാസ്റ്റ് ഏതാണ് കുട്ടികളെ, വുഡ്. he would arrive, അവിടെ വെർബ് ഒന്നും മാറ്റണ്ട കേട്ടാ. he would arrive in India on ഏതാണ് കുട്ടികളെ, മൺഡേ, ഓൺ മൺഡേ. എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം, he told me that he would arrive in India on Monday എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഉത്തരം ശരിയാണ്. ശരിയുള്ളവരെല്ലാം ശരിയായിട്ട് പോയിക്കോ. അടുത്ത ചോദ്യം നോക്കിയേ. ചോദ്യം ഇതാണ്, he said I have written an exam. റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞേ. അപ്പൊ നമുക്ക് എങ്ങനെ തുടങ്ങാം, he said that I എന്തായിട്ട് മാറും കുട്ടികളെ, he ആയിട്ട് മാറും അല്ലേ, സെഡിന്റെ മുന്നിലുള്ളത്. ഹാവിന്റെ പാസ്റ്റ് ഏതാ, had. he had written an exam. എന്നായിട്ട് മാറി. he had written an exam എന്നായിട്ട് മാറി. ക്ലിയർ ആണോ? ഓക്കെ, ശരിയുള്ളൊരു ശരിയിട്ടെ. അടുത്ത ചോദ്യം നോക്കിയാണ് കുട്ടികളെ. he said she doesn't solve the problem. she doesn't solve the problem. റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞേ. നമുക്ക് സെഡ് വരുന്നതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ തുടങ്ങാം, he said that. നോക്കടോ, സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഷീ ആണ്. ഷീ വന്നു കഴിഞ്ഞാൽ മാറ്റണം കുട്ടികളെ. ഹി എന്നോ ഷീ എന്നോ ഇറ്റ് എന്നോ ദേ എന്നോ ആണ്. ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിൽ വരുന്നെങ്കിൽ മാറ്റണ്ട. നമ്മൾ മാറ്റിയില്ല, ഷീ അതേപോലെ എഴുതി. ഇനി നോക്കൂ കുട്ടികളെ, ഇവിടെ ഡെസിൻ്റെ എന്നാണ് വന്നിരിക്കുന്നത്. ഡസ് വന്നു കഴിഞ്ഞാൽ എന്താക്കാൻ പറഞ്ഞു, V2 ആക്കാനാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഡസിൻ്റെ എന്നോ ഡോണ്ട് എന്നോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ മാറ്റിയിട്ട് ഡിഡിൻ്റ് ആക്കി കൊടുക്കാം. കാരണം നെഗറ്റീവ് സെൻസ് ആയതുകൊണ്ട് ഡിഡിൻ്റ് ആക്കാം. അപ്പൊ നമുക്ക് അവിടെ എന്ത് പറയാൻ കുട്ടികളെ, ഡിഡിൻ്റ്. he didn't solve the problem. ഡു ഡസിന്റെ പാസ്റ്റ് തന്നെയാണ് ഡിഡ്. അപ്പൊ നോർമലി നമുക്ക് V1 എസ്സിൽ അവസാനിക്കുന്ന ഓർവ് ഡു ഡസ് എന്ന് പറഞ്ഞാൽ V2 ആണ് ആക്കുന്നത്. പക്ഷെ ഡു ഡസ് നെഗറ്റീവ് സെൻസ് ആണെങ്കിൽ നമുക്ക് ഡിഡിൻ്റ് ആക്കാം. ഓപ്ഷനിൽ ഡിഡിൻ്റ് കാണും. അപ്പൊ ഡിഡിൻ്റ് എഴുതിക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, ഷീ അല്ലെങ്കിൽ he said that she didn't solve the problem. ചോദ്യം നോക്കിയേ. he said to me they can do this. എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ കൂട്ടല്ലേ, said to വരുന്ന സെൻസ്. അപ്പൊ നമുക്ക് എങ്ങനെ തുടങ്ങാം, he said that അല്ലെങ്കിൽ he told me that. നോക്കട്ടോ, ദേയിൽ മാറ്റമുണ്ടോ, ഇല്ല. he ഷീറ്റ് ഇതാണെങ്കിൽ മാറ്റണ്ടെന്ന് പറഞ്ഞു, ദേ അതേപോലെ എഴുതി. ക്യാൻ്റെ പാസ്റ്റ് ഏതാ, കുഡ്. ഡൂല് മാറ്റമില്ല, ഡു. ദിസ് എന്തായിട്ട് മാറും കുട്ടികളെ, ദാറ്റ്. ദിസിന് പകരം ദാറ്റ്. ദിസ് വന്നു കഴിഞ്ഞാൽ ദാറ്റ്, ദീസ് ആണെങ്കിൽ ദോസ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, he told me that they could do that. നെക്സ്റ്റ് ചോദ്യം നോക്കിയേ. he said I mailed to him yesterday. എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ കൂട്ടല്ലേ, ഷീ അല്ലേ. അപ്പൊ നമുക്ക് ഷീ തുടങ്ങാം. she said that I എന്തായിട്ട് മാറും, ഷീക്ക് അനുസരിച്ച് ഷീ ആയിട്ട് മാറി. ഇനി മെയിൽഡ് എന്ന് പറഞ്ഞാൽ V2 ആണ്. അപ്പൊ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹാഡ് പ്ലസ് V3. അപ്പൊ ഹാഡ് മെയിൽഡ് ടു ഹിം. യെസ്റ്റർഡേ എന്തായിട്ട് മാറും കൂട്ടല്ലേ, ദ പ്രീവിയസ് ഡേ. എങ്ങനെ കിട്ടുന്നു കൂട്ടല്ലേ, she said that she had mailed to him the previous day. അടുത്ത ചോദ്യം നോക്കിയേ. രാജു സെഡ് I can complete this work within 2 days. റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞു നോക്കിയാണ് കൂട്ടല്ലേ. രാജു സെഡ് ദാറ്റ്. നമുക്ക് എങ്ങനെ പറയാം, രാജു സെഡ് ദാറ്റ്. ഐ എന്തായിട്ട് മാറും കൂട്ടല്ലേ, രാജുവിനനുസരിച്ച് ഹി ആയിട്ട് മാറി. ഹി ക്യാൻ്റെ പാസ്റ്റ് ഏതാ, കുഡ്. കംപ്ലീറ്റ് അതുപോലെ എഴുതി, കംപ്ലീറ്റ്. ഹി കുഡ് കംപ്ലീറ്റ്. ദിസ് എന്തായിട്ട് മാറും കൂട്ടല്ലേ, ദാറ്റ് വർക്ക്
വിത്തിൻ 2 days. വിത്തിൻ 2 days. എങ്ങനെ കിട്ടുന്നു കൂട്ടില്ല? രാജു സെഡ് ദാറ്റ് ഹി കുഡ് കംപ്ലീറ്റ് ദാറ്റ് വർക്ക്. ഹി കുഡ് കംപ്ലീറ്റ് ദാറ്റ് വർക്ക് വിത്തിൻ 2 days. ഹി കുഡ് കംപ്ലീറ്റ് ദാറ്റ് വർക്ക് വിത്തിൻ 2 days. ശരിയുള്ളൊരു ശരി കേട്ടോ. ലാസ്റ്റ് അടുത്ത ചോദ്യം നോക്കിയേ. ഹി സെഡ് ഐ വിൽ ഹാവ് റിട്ടൺ ആൻ എക്സാം. ഹി സെഡ് ഐ വിൽ ഹാവ് റിട്ടൺ ആൻ എക്സാം. റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞേ. സെഡ് വരുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഹി സെഡ് ദാറ്റ്. ഹി സെഡ് ദാറ്റ് ഐ എന്തായിട്ട് മാറും കൂട്ടല്ലേ? ഹീക്ക് അനുസരിച്ച് ഹി എന്ന് എഴുതുക. വില്ലിന്റെ പാസ്റ്റ് ഏതാ? വുഡ്. വേറെ ഒന്നും മാറ്റണ്ട. വുഡ് ഹാവ് റിട്ടൺ. വുഡ് ഹാവ് റിട്ടൺ ആൻ എക്സാം. ആൻ എക്സാം. വുഡ് ഹാവ് റിട്ടൺ ആൻ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ ഉത്തരം ശരിയാണ്. ഹി സെഡ് ദാറ്റ് ഹി വുഡ് ഹാവ് റിട്ടൺ ആൻ എക്സാം. ക്ലിയർ ആയോ? എളുപ്പമില്ലേ? നിങ്ങൾ തന്നെ പറയാം. എളുപ്പമില്ലോ? എളുപ്പമില്ലേ? വളരെ എളുപ്പമാണ്. വളരെ പെട്ടെന്ന് കിട്ടിയില്ലേ? അപ്പം നോക്കിയേ, എന്നോടൊപ്പം ചെയ്ത കുട്ടികൾക്ക് വളരെ എന്ത് ചെയ്യുന്നൂടെ ആശ്വാസമായിരിക്കണം. കാരണം ഞാൻ എന്ത് ചെയ്യുന്നു, പാടെന്ന് കരുതിയിരുന്ന ഒരു സാധനം വളരെ പെട്ടെന്ന് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് വളരെ നമ്മൾ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ പഠിക്കേണ്ട രീതിയിൽ വളരെ ലളിതമായി പഠിച്ചു പോയി കഴിഞ്ഞാൽ, വളരെ ആസ്വദിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, ഏതൊരു വിഷയമാണെങ്കിലും, ഇപ്പോൾ ഇംഗ്ലീഷ് മാത്രമല്ല ഏതൊരു വിഷയമാണെങ്കിലും വളരെ ആസ്വദിച്ച് പഠിക്കുകയാണെങ്കിൽ, അതിലൊരു കൗതുകം കണ്ടെത്താൻ ഒരു കുട്ടിക്ക് കഴിയുമെങ്കിൽ ആ വിഷയം വളരെ ആസ്വദിച്ച് പഠിക്കുകയും അത് നമുക്ക് തന്നെ നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അതിലുള്ള ട്രിക്കുകൾ കണ്ടെത്തുകയും അത് നമ്മൾ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും പറ്റും. അപ്പം വളരെ എളുപ്പത്തിലാണ് ഞാൻ പറഞ്ഞിരുന്നത്. വളരെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ എളുപ്പം എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് കിട്ടുന്ന ഏതൊരു കുട്ടിക്കും കിട്ടുന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത്. ഞാൻ പറയുന്നത് എന്നോടൊപ്പം ഒന്ന് റിപ്പീറ്റ് ചെയ്യാനും പറയും. അതുപോലെ തന്നെ ഞാൻ കൂടുതലും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറയും. ആ കാര്യം എൻ്റെ ക്ലാസ്സിൽ കഴിഞ്ഞു പോകുമ്പോൾ തന്നെ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, അത് പിന്നീട് പഠിക്കാൻ വേണ്ടി ഇരിക്കരുത്. പിന്നീട് അത് കാണാതെ പഠിക്കാനോ അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട് പിന്നീട് ഒരാളോടത്ത് കൊണ്ടുപോയി മനസ്സിലാക്കാനോ ഇരിക്കരുത്. എൻ്റെ ക്ലാസ്സിൽ തന്നെ ആ കുട്ടികൾക്ക് എല്ലാവർക്കും, അതിലിപ്പോൾ എത്ര പേര് ഇരിക്കുന്നു അത്രയും പേർക്കും അത് കിട്ടിപ്പോണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നോടൊപ്പം ചെയ്യേണ്ടത്, നമ്മൾ കണ്ടു പഠിപ്പിക്കുന്നവരല്ല, നിങ്ങൾ കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഇൻട്രാക്റ്റീവ് സ്റ്റഡിയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് സംസാരിച്ച് പഠിക്കാം. അല്ലാണ്ട് വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു മീഡിയത്തിന് പുറത്ത് അപ്പുറം ഇപ്പുറം നിന്ന് പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾ എന്നോടൊപ്പം ഞാൻ പറയുന്നത് കേട്ട് തന്നെ പോകണം. അപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം റിപ്പീറ്റ് ചെയ്യണം, കൂടുതൽ റിപ്പീറ്റ് ചെയ്യുക. അത് ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിൽ എങ്ങനെയാണോ പറഞ്ഞു കൊടുക്കുന്നത് അതേ മെത്തേഡ് തന്നെയാണ് ഞാൻ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും എന്ത് ചെയ്യുന്നൂടെ നിങ്ങൾക്കത് പറഞ്ഞ് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങൾ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ നന്നായിട്ടിരിക്കും. എന്നോടൊപ്പം ചെയ്ത കുട്ടികൾക്ക് എല്ലാവർക്കും ഉത്തരം കിട്ടിക്കാണുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ എല്ലാവരും എന്നോടൊപ്പം ചെയ്തു പോണേ. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ് കുട്ടികളെ, ഒരു റിപ്പോർട്ടിംഗ് റൂള് പഠിച്ചു, അത് വെച്ചിട്ട് സെന്റൻസുകൾ റിപ്പോർട്ട് ചെയ്തു. ആ സ്റ്റേറ്റ്മെന്റ് സെന്റൻസിന്റെ റിപ്പോർട്ടിംഗ് പാറ്റേൺ 3 പോയിന്റാണ് പറഞ്ഞത്. ഒന്നാമത്തേതായിരുന്നു കുട്ടികളെ, സെഡ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ചേർക്കുക, സെഡ് ടു വന്നു കഴിഞ്ഞാൽ ടോൾഡ് ആക്കി മാറ്റി ദാറ്റ് ചേർക്കുക. രണ്ടാമത് പറഞ്ഞത് സബ്ജക്റ്റുകളുടെ മാറ്റമാണ്. ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിലെ സബ്ജക്റ്റ് ആയിട്ട് ഐ കോമ വി ആണ് വരുന്നതെങ്കിൽ സെഡിന്റെ മുന്നിലുള്ള സബ്ജക്റ്റ് ആക്കി മാറ്റുക. യു ആണ് വരുന്നതെങ്കിൽ സെഡ് ടുവിന് ശേഷം വരുന്ന സബ്ജക്റ്റ് ആക്കി മാറ്റുക. അതൊരു ഒബ്ജക്റ്റ് രൂപമാണെങ്കിൽ പ്രോനോണിന്റെ സബ്ജക്റ്റ് രൂപം വേണം എഴുതാൻ. ഹീ ഷീറ്റ് ഇതയാണെങ്കിൽ എന്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞു കൂട്ടില്ലേ, മാറ്റണ്ട. ഹീ ഷീറ്റ് ഇതയാണെങ്കിൽ അവയിൽ മാറ്റമില്ല എന്നും കൂടെ പറഞ്ഞു. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ടിംഗ് റൂള് പാലിക്കാൻ വേണ്ടി പറഞ്ഞു. വളരെ എളുപ്പമല്ലേ? വേറെ ഒന്നുമില്ല, പറഞ്ഞതുപോലെ തന്നെയാണ് ചോദ്യങ്ങളെല്ലാം ചെയ്തത്. അതിൽ പല ചോദ്യങ്ങളും പ്രീവിയസ് ചോദ്യങ്ങളാണ്, മിക്ക ചോദ്യങ്ങളും പ്രീവിയസ് ആണ്. നമ്മൾ പ്രീവിയസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് തന്നെ ടൈപ്പ് 2 ആണ് പറയുന്നത് കേട്ടോ. സ്റ്റേറ്റ്മെന്റിലെ മറ്റൊരു ടൈപ്പാണ് ഞാൻ പറഞ്ഞത്. സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് തന്നെയാണ്, വേറൊരു തരം സെന്റൻസ് ആണ്. അത്തരത്തിലുള്ള സെന്റൻസുകളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ടൈപ്പ് 2 എന്ന് പറയുന്നത് ഇപ്പം നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ തുടങ്ങുന്ന സെന്റൻസ് തന്നെയാണ് സ്റ്റേറ്റ്മെന്റ്, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. അതിൽ മറ്റൊരു ടൈപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ് സെന്റൻസ്. ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് എന്താണെന്ന് നോക്കാം. നാച്ചുറൽ ട്രൂത്തിനെയോ അല്ല എങ്കിൽ പ്രോവെർബുകളെയോ അല്ല എങ്കിൽ ക്വാഡ്സിനെയോ അല്ല എങ്കിൽ സയന്റിഫിക്കലി പ്രൂവ്ഡ് തിങ്സ്, ശാസ്ത്രീയമായി തെളിയിച്ച കാര്യങ്ങൾ, അല്ലെ മാറ്റമില്ലാത്ത കാര്യങ്ങൾ, നമുക്ക് ഒരിക്കലും മാറ്റമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഏതൊക്കെ പറഞ്ഞു കൂട്ടുക, നാച്ചുറൽ ട്രൂത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, പ്രകൃതി സത്യങ്ങൾ, സൂര്യൻ കിഴക്കുദിക്കുന്നു, ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നു, പ്രോവെർബുകൾ, പഴഞ്ചൊല്ലുകൾ, ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ്, ഓൾ ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്, ക്വാഡ്സ്, മഹത് വചനങ്ങൾ, ഇപ്പൊ ഗാന്ധിജി പറഞ്ഞ കാര്യം, നെഹ്റു പറഞ്ഞ കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യമാണെങ്കിൽ ആൾക്കാർ മാറ്റി മാറ്റി പറയും. പക്ഷേ ഇത്തരം വ്യക്തികൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു സെന്റൻസിൽ ഒരു വാക്ക് പോലും മാറ്റാറില്ല. നിങ്ങൾ പഠിക്കുന്നവരാണല്ലോ. ഇനി അതേപോലെ പ്രോവെർബുകൾ, സയന്റിഫിക്കലി പ്രൂവ്ഡ് തിങ്സ്,
ശാസ്ത്രീയമായി തെളിയിച്ച കാര്യങ്ങൾ. വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിനാണ് തിളയ്ക്കുന്നത്. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ അതേപോലെ ഒരിക്കലും മാറ്റമില്ലാത്ത കാര്യങ്ങൾ, കോമൺ ആയിട്ട് മാറ്റമില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങളെ അല്ലെങ്കിൽ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന സെന്റൻസ് വന്നാൽ വേറെ ഒന്നുമില്ല കുട്ടികളെ, ദാറ്റ് ചേർക്കുക, ആ സെന്റൻസ് മാറ്റമില്ലാതെ എടുത്തെഴുതുക. ആ സെന്റൻസിൽ ഒരു വാക്ക് പോലും മാറ്റണ്ട, നമ്മൾ സെഡ് ദാറ്റ് ചേർത്ത് ആ സെന്റൻസ് അതുപോലെ അങ്ങ് എടുത്തെഴുതുക. സെഡ് ദാറ്റ് ചേർത്ത് ആ സെന്റൻസിനെ ഒരു വാക്ക് പോലും മാറ്റാതെ അതുപോലെ എടുത്തുക. ആ വാക്കുകൾ നമ്മൾ ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് സൂര്യൻ കിഴക്കുദിക്കുന്നു. അപ്പം നിങ്ങളത് കേട്ടിട്ട് അപ്പുറത്ത് പോയിട്ട് വേറൊരാളോട് പറയുന്നത് അങ്ങേരെ എൻ്റെ അടുത്ത് പറഞ്ഞ് സൂര്യൻ ഇന്നലെ കിഴക്കുദിച്ചെന്ന് പറയൂ കുട്ടികളെ? ഇല്ല. ആ സെന്റൻസ് അതുപോലെ തന്നെ പറയും, ഒരു മാറ്റവും ഇല്ല. സെന്റൻസിൽ ഒരു മാറ്റവും ഇല്ല. ഓക്കെ, എങ്ങനെയാണെങ്കിൽ ആ സെന്റൻസ് റിപ്പോർട്ട് ചെയ്ത് നോക്കിയാണ്ടേ. ഹി സെഡ് ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ഹി സെഡ് ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. എങ്ങനെ റിപ്പോർട്ട് ചെയ്ത്? നിങ്ങൾ തന്നെ പറ. ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ എന്ന് പറയുന്നത് നാച്ചുറൽ ട്രൂത്ത് ആണ്, ഇല്ലേ? ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ ദാറ്റ് ചേർക്കുക, സെന്റൻസ് അതുപോലെ എടുത്തെഴുതുക. അപ്പൊ നമുക്ക് എങ്ങനെ പറഞ്ഞു തുടങ്ങാം? പറഞ്ഞ് എല്ലാവരും ഉറച്ച് ചെയ്തു നോക്കിയേ, ഒന്ന് എഴുതിയെടുത്ത് ചെയ്തു നോക്കിയേ. ഹി സെഡ് ദാറ്റ് ദ എർത്ത് റിവോൾവ്സ് around the sun. എങ്ങനെ കിട്ടുന്നു കൂട്ടില്ലേ? He said that the earth revolves around the sun. He said that ആ സെന്റൻസ് അതുപോലെ the earth revolves around the sun. അടുത്ത ചോദ്യം നോക്കിയേ. Father said an honest man is the noblest work of God. An honest man is the noblest work of God. ഒരു കോട്ടാണ്, ഒരു കോട്ട്സ് ആണ്, അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ കൂട്ടല്ലേ? ഫാദർ സെഡ് ദാറ്റ്, മാറ്റല്ല, സെന്റൻസ് അതുപോലെ എഴുതുക. ഫാദർ സെഡ് ദാറ്റ് ആൻ ഓണസ്റ്റ് മാൻ. ഇവിടെ നമ്മൾ രണ്ടാമത് ഇത് ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ള സെന്റൻസ് എഴുതൂലേ, സ്മോൾ ലെറ്റർ തന്നെ എഴുതണം കേട്ടോ. കാരണം രണ്ട് സെന്റൻസിനെ ഒന്നായിട്ട് മാറ്റി. അപ്പൊ ഈ കോമ വേണ്ട, ഒരു തവണ ചോദിച്ചിട്ടുള്ളൂ, കോമ വേണ്ട, ഡബിൾ ഇൻവേർട്ടർ കോമയൊന്നും വേണ്ട കേട്ടോ കുട്ടികളെ. അതൊക്കെ ഓർമ്മയിലിരിക്കണം കേട്ടോ. രണ്ട് സെന്റൻസിനെ ഒന്നാക്കി എഴുതുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആൻ ഓണസ്റ്റ് മാൻ ഈസ് ദ നോബ്ലസ്റ്റ് വർക്ക് ഓഫ് ഗോഡ്. ഇത്രേ ഉള്ളൂ. Father said that an honest man is the noblest work of God. Father said that an honest man is the noblest work of God. അടുത്ത ചോദ്യം നോക്കിയേ. ചോദ്യം ഇതാണ്. ജോൺ കീറ്റ്സ് സെഡ് എ തിങ് ഓഫ് ബ്യൂട്ടി. ചോദിച്ചാണ്, പ്രീവിയസ് ആണ്. ജോൺ കീറ്റ്സ് സെഡ് എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ അവർ. നോക്കിയേ, ജോൺ കീറ്റ്സ് ഒരു കോട്ടാണ്, അദ്ദേഹം പറഞ്ഞൊരു കോട്ടാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ജോൺ കീറ്റ്സ് said that a thing of beauty is a joy forever. എങ്ങനെ കിട്ടുന്നു കൂട്ടില്ലേ? ജോൺ കീറ്റ്സ് സെഡ് ദാറ്റ് എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ. അപ്പൊ നമ്മൾ രണ്ടാമത് പറഞ്ഞ ടൈപ്പ് എങ്ങനെയായിരുന്നു? ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളില് നാച്ചുറൽ ട്രൂത്തിനെയോ അല്ലായെങ്കിൽ പ്രോവർബിനെയോ അല്ലായെങ്കിൽ ക്വാട്സ് മഹത്വചനങ്ങളെയോ അല്ലായെങ്കിൽ സയന്റിഫിക്കലി പ്രൂവ്ഡ് തിങ്സ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാറ്റമില്ലാത്ത, ഒരു കാലവും മാറ്റമില്ലാത്ത കാര്യങ്ങൾ ആണ് പറയുന്നതെങ്കിൽ ദാറ്റ് ചേർത്ത് ആ സെന്റൻസ് അതുപോലെ എഴുതുക. സ്റ്റേറ്റ്മെന്റിൽ രണ്ടാമത്തെ ഒരു തരം. ഇനി നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് തന്നെ മൂന്നാമത്തെ ടൈപ്പാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ടാണ് കേട്ടോ. കാരണം കുട്ടികൾ വളരെ എളുപ്പമാണ്, കുട്ടികൾ ഇതൊട്ടും ശ്രദ്ധിക്കാതെ ഉത്തരം അറിഞ്ഞുകൊണ്ട് തെറ്റിച്ച് കളയുന്ന സാധനമാണ്. കാരണം ചോദ്യം ശ്രദ്ധിച്ച് വായിക്കാതെ തെറ്റിച്ച് കളയുന്ന ഒരു ചോദ്യമാണ് ഇത്. നോക്കിയേ, പലപ്പോഴും നിങ്ങൾക്കും പറ്റിയിട്ടുണ്ടായിരിക്കും, ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയേ, ടൈപ്പ് 3 ആണ് പറയുന്നത് കേട്ടോ. നമ്മൾ ഇത്രയും നേരം സെഡ് വരുന്ന സെന്റൻസുകളെ കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ സെഡിന് പകരം സേ അല്ലെങ്കിൽ സെയ്സ് വരാം. സെഡിന് പകരം ഏത് വരാം കൂട്ടല്ലേ? സേ അല്ലെങ്കിൽ സെയ്സ് വരാം. സെഡിന് പകരം എന്തൊക്കെ വരാം? സേ വരാം, സെയ്സ് വരാം. അതാ കിടക്കുന്നത്. സേ അല്ലെങ്കിൽ സെയ്സ് വരാം. അല്ലെങ്കിൽ ടെൽ അല്ലെങ്കിൽ ടെൽസ് വരാം. ടെൽ അല്ലെങ്കിൽ
ടെൽസ് വരാം. അല്ല എങ്കിൽ ഹാസ് സെഡ് വരാം, അല്ല എങ്കിൽ ഹാവ് സെഡ് വരാം. ഹാസ് സെഡ് അല്ലെങ്കിൽ ഹാവ് സെഡ് വരാം. ഹാസ് സെഡ്, ഹാസ് സെഡ് ആണ്. ഹാസ് സെഡ് വരാം, അല്ല എങ്കിൽ ഹാവ് സെഡ് വരാം. ഹാസ് സെഡ് അല്ലെങ്കിൽ ഹാവ് സെഡ് വരാം. ഹാസ് സെഡ് അല്ലെങ്കിൽ ഹാവ് സെഡ് വരാം. ഏതൊക്കെ വരാൻ കൂട്ടല്ലേ? സേ അല്ലെങ്കിൽ സെയ്സ് വരാം, ടെൽ അല്ലെങ്കിൽ ടെൽസ് വരാം, ഹാസ് സെഡ് അല്ലെങ്കിൽ ഹാവ് സെഡ് വരാം. ഹാസ് സെഡ് അല്ലെങ്കിൽ ഹാവ് സെഡ് വരാം. അല്ല എങ്കിൽ വിൽ സേ അല്ലെങ്കിൽ ഷാൾ സേ വരാം. വിൽ സേ അല്ലെങ്കിൽ ഷാൾ സേ വരാം. ഏതൊക്കെ കാര്യങ്ങൾ വരാമെന്ന് പറഞ്ഞു കൂട്ടില്ലേ? നോക്കിയേ, ഞാനിവിടെ ഒന്ന് എഴുതാം. സേ അല്ലെങ്കിൽ സെയ്സ് വരാം. സേ അല്ലെങ്കിൽ എന്ത് വരാം? സെയ്സ് വരാം. അതേപോലെ ടെല്ല് അല്ലെങ്കിൽ എന്ത് വരാൻ കൂട്ടില്ലേ? ടെൽസ് വരാം. ടെല്ല് അല്ലെങ്കിൽ ടെൽസ് വരാം. അതുപോലെ ഹാസ് സെഡ് വരാം, അല്ല എങ്കിൽ ഹാവ് സെഡ് വരാം. ഹാസ് സെഡ് അല്ലെങ്കിൽ ഹാവ് സെഡ് വരാം. അതുപോലെ വിൽ സേ വരാം. വിൽ സേ വരാം, അല്ല എങ്കിൽ ഷാൾ സേ വരാം. ഷാള് സേ വരാം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു വാക്കാണ് സെഡിന് പകരം വന്നിരിക്കുന്നത്. ഹീ സെഡ് എന്ന് പറയുന്നില്ലേ, അതിന് പകരം ഹീ സെയ്സ്, ഹീ എന്ത് ചെയ്യുന്നുണ്ട്? ദേ സേ, ഹീ ടെൽസ്, ഹീ ഹാസ് സെഡ്, ദേ ഹാവ് സെഡ്. അതുപോലെ ഹി വിൽ സേ, ഷീ അല്ലെങ്കിൽ ഷീ ഷാൾ സേ, ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ വരാം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്നാണ് വരുന്നതെങ്കിൽ വേറെ ഒന്നുമില്ല. നോക്കിയാണ് കൂട്ടലെ, സബ്ജക്റ്റിന് ഡബിൾ ഇൻവേർട്ടർ കോമ്പൗണ്ടിലെ സബ്ജക്റ്റിന് മാത്രം മാറ്റം വരുത്തുക, ടെൻസ് മാറ്റാതെ റിപ്പോർട്ട് ചെയ്യുക. നമുക്ക് ടെൻസ് മാറ്റണ്ടെന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിംഗ് റൂള് പാലിക്കണ്ട. ഇപ്പൊ സിമ്പിൾ പ്രസന്റ് കിടക്കുന്ന അല്ലെങ്കിൽ സെന്റൻസ് ആണെങ്കിൽ സിമ്പിൾ പ്രസന്റ് തന്നെ ചെയ്താൽ മതി. അതായത് ഈസ് ആമോ എന്ന് ഞാൻ എന്താക്കണ്ട, വാസ് ആക്കണ്ട, അതേ ടെൻസിലുള്ള അതേ വാക്ക് വെച്ച് തന്നെ റിപ്പോർട്ട് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ പറഞ്ഞത് സേ അല്ലെങ്കിൽ സെയ്സ്, ടെൽ അല്ലെങ്കിൽ ടെൽസ്, ഹാസ് സെഡ് അല്ലെങ്കിൽ ഹാവ് സെഡ്, വിൽ സേ അല്ലെങ്കിൽ ഷാൾ സേ വരുന്ന സെന്റൻസുകളിൽ സബ്ജക്റ്റിന് മാത്രം മാറ്റുക. സബ്ജക്റ്റ് എങ്ങനെ മാറ്റം വരുന്നു നമ്മൾ ആദ്യം പഠിച്ചത്. ഐ കോമ വി ആണ് വരുന്നെങ്കിൽ സെഡിന്റെ മുന്നിൽ കിടക്കുന്ന സബ്ജക്റ്റ് ആക്കുക. യു ആണെങ്കിൽ സെഡ് ടുവിന് ശേഷം വരുന്ന സബ്ജക്റ്റിനനുസരിച്ച് മാറ്റുക. ഹീ ഷീറ്റ് ഇതാണെങ്കിൽ മാറ്റണ്ട. അത് കഴിഞ്ഞിട്ട് ടെൻസ് മാറ്റാതെ, അതായത് ഓക്സിലറി വേർബിൽ മാറ്റമില്ലാതെ റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്കൊരു ചോദ്യത്തിലൂടെ പരിചയപ്പെടാം. ചോദ്യം നിങ്ങൾക്ക് കിട്ടുമ്പോഴത്തേക്കും കിട്ടുമല്ലോ. ചോദ്യം നോക്കിയാണ് കൂട്ടില്ല. ചോദ്യം ഇങ്ങനെയാണ്. ചോദ്യം, മൈ അങ്കിൾ സേസ് ഐ ലൈക്ക് ഓൾഡ് മെലഡീസ്. മൈ അങ്കിൾ സേസ് ഐ ലൈക്ക് ഓൾഡ് മെലഡീസ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇത്തരം വാക്കുകൾ വരുന്ന സെന്റൻസിൽ സബ്ജക്റ്റിന് മാറ്റം വരുത്തി ടെൻസിൽ മാറ്റമില്ലാതെ റിപ്പോർട്ട് ചെയ്യുക. ഇവിടെ ദാറ്റ് ചേർത്ത് ദാറ്റും കൂടെ ചേർക്കണേ. ദാറ്റ് ചേർത്ത് സബ്ജക്റ്റിന് മാറ്റം വരുത്തി എന്ത് ചെയ്യുക? ടെൻസിൽ മാറ്റമില്ലാതെ റിപ്പോർട്ട് ചെയ്യുക. ദാറ്റ് ചേർത്ത് സബ്ജക്റ്റിന് മാറ്റം വരുത്തി. ദാറ്റ് കണക്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ് സെന്റൻസിൽ എപ്പോഴും ഉപയോഗിക്കുന്ന കണക്റ്റിംഗ് വേർഡ് അതാണെന്ന് ചോദിച്ചാൽ ദാറ്റാണ്. അവിടെ ദാറ്റും കൂടെ ചേർക്കണതിനെ കുറിച്ച് ഒന്ന് ഓർത്തോണേ. അപ്പൊ സേ അല്ലെങ്കിൽ സെഡിന് പകരം സേ അല്ലെങ്കിൽ സെയ്സ്, ടെൽ അല്ലെങ്കിൽ ടെൽസ്, ഹാസ് സെഡ് അല്ലെങ്കിൽ ഹാവ് സെഡ്, ഹാസ് സെഡ് അല്ലെങ്കിൽ ഹാവ് സെഡ്, അതുപോലെ വിൽ സേ അല്ലെങ്കിൽ ഷാൾ സേ വരുന്ന സെന്റൻസിൽ ദാറ്റ് ചേർത്ത് സബ്ജക്റ്റിന് മാറ്റം വരുത്തി ടെൻസ് മാറ്റാതെ റിപ്പോർട്ട് ചെയ്യാം. ചോദ്യം ചെയ്തു നോക്കാം. നമുക്ക് മൈ അങ്കിൾ സൈസ് ഐ ലൈക്ക് ഓൾഡ് മെലഡീസ്. പറഞ്ഞ കാര്യം എന്താ? സെയ്സ് വരുന്ന സെന്റൻസ് ദാറ്റ് ചേർക്കാം. അപ്പൊ നമ്മൾക്ക് എങ്ങനെ പറഞ്ഞു തുടങ്ങാം കൂട്ടലെ? മൈ അങ്കിള് എന്ത് ചെയ്യുന്നൂടെ? അങ്കിള് സെയ്സ് ദാറ്റ് മൈ അങ്കിൾ സെയ്സ് ദാറ്റ്. ഐ എന്തായിട്ട് മാറും കൂട്ടല്ലേ? സബ്ജക്റ്റ് എങ്ങനെ? മൈ അങ്കിളിനനുസരിച്ച്. മൈ അങ്കിൾ ആണല്ലേ, അതുകൊണ്ട് ഹി ആയിട്ട് മാറി, ഹി. ഇനി നോക്കടോ, ഇവിടെ ലൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ലൈക്ഡ് ആക്കണം. ഇവിടെ ലൈക്ഡ് ആക്കണ്ട, ടെൻസ് മാറ്റണ്ട. അപ്പൊ ലൈക്ക് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് അല്ലേ? അപ്പൊ ഐ പ്ലൂറൽ ആയതുകൊണ്ടാണ് അവിടെ ലൈക്ക് വന്നത്. ഐക്ക് പകരം ഹി ആയപ്പോൾ ലൈക്ക് എഴുതാൻ പറ്റുമോ? ലൈക്കിന്റെ സിംഗുലാർ ഏതാണ് കൂട്ടില്ല? നിങ്ങൾ തന്നെ പറ. ലൈക്സ്. ഒരു വെർബിനെ സിംഗുലാർ ആക്കാൻ പറഞ്ഞ് എസ് ഇട്ട് കൊടുത്താൽ മതി. ലൈക്സ്. എന്ത് ചെയ്യുന്നുണ്ട്? ഹി ലൈക്സ് ഓൾഡ് മെലഡീസ്. ഇത്രേ ഉള്ളൂ. ഇവിടെ എന്തുകൊണ്ട് ലൈക്ക് മാറി ലൈക്സ് ആയെന്ന് മനസ്സിലായ? ഇവിടെ ഐ പ്ലൂറൽ ആയതുകൊണ്ട് ലൈക്ക് ആയിരുന്നു, V1 ആയിരുന്നു. ഐ മാറി ഹി ആയപ്പം അതേ ടെൻസിലുള്ള എസ്സിൽ അവസാനിക്കുന്ന വെർബ് ലൈക്സ് ആയി. ടെൻസ് മാറ്റിയില്ല, ടെൻസ് മാറ്റില്ലാതെ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എങ്ങനെയായിട്ട് മൈ അങ്കിൾ സേസ് ദാറ്റ് ഹി ലൈക്സ് ഓൾഡ് മെലഡീസ്. അവിടെ നമ്മൾ ലൈക്ഡ് ആക്കിയില്ല, V2 ആക്കേണ്ട കാര്യമില്ല, ടെൻസ് മാറ്റാതെ റിപ്പോർട്ട് ചെയ്യുക.
ഇവിടെ ലൈക്ക് മാറി ലൈക്സ് ആയതിന് കാരണം സബ്ജക്റ്റിൽ ചേഞ്ച് വന്നുകൊണ്ടാണ് സിംഗുലർ സബ്ജക്റ്റ് അല്ലെങ്കിൽ വെർബാക്കി മാറ്റിയത്. നെക്സ്റ്റ് ചോദ്യം നോക്കിയാണ് കുട്ടികളെ. നെക്സ്റ്റ് ചോദ്യം എന്താ? ഹി ഹാസ് സെഡ് ഐ വിൽ കം. ഹി ഹാസ് സെഡ് ഐ വിൽ കം. ഒന്ന് റിപ്പോർട്ട് ചെയ്തേ. ഹാസ് സെഡ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ചേർക്കുക, ടെൻസ് മാറ്റാതെ റിപ്പോർട്ട് ചെയ്യുക. എങ്ങനെ പറയാം നമുക്ക്? ഹി, നിങ്ങൾ തന്നെ പറഞ്ഞു, ഹാസ് സെഡ് ദാറ്റ്. അപ്പൊ ഹി ഹാസ് സെഡ് ആണ്. അതായത് കുട്ടികളെ ഇതാണ് കാരണം. സെഡ് വരുന്ന ഭാഗം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നൂടെ, സേ അല്ലെങ്കിൽ സെയ്സ്, ടെൽ അല്ലെങ്കിൽ ടെൽസ്, ഹാസ് സെഡ് അല്ലെങ്കിൽ ഹാവ് സെഡ്, വിൽ സേ അല്ലെങ്കിൽ ഷാൾ സേ വരുന്ന സെന്റൻസുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം പ്രസന്റ് ഫോമില്ലേ, അതുകൊണ്ട് മറുഭാഗത്തെ ടെൻസ് മാറ്റേണ്ടത്. അതുകൊണ്ടാണ് ഹാസ് സെഡ്, ഹാസ് പ്രസന്റ് ഫോം ആണ്, അതുകൊണ്ട് മറുഭാഗത്തെ ടെൻസ് മാറ്റേണ്ടത്. നിങ്ങൾ സെഡ് എന്ന് പറഞ്ഞിട്ട് പറയരുത്, ഹാസ് സെഡ് ആണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കിയേ, ഐയിൽ മാറ്റം എന്ത് കിട്ടും കുട്ടികളെ? ഐ ഹീക്ക് അനുസരിച്ച് ഹി ആയിട്ട് മാറും. ഇനി നോക്ക്, വില്ലിൽ മാറ്റം ഉണ്ടാ. വില്ല് സിംഗുലാറും ആണ് പ്ലൂറലാണ്, മാറ്റേണ്ട കാര്യമില്ല. വില്ല് അതുപോലെ എഴുതി, ഹി വില്ല് കം, ഹി വില്ല് കം. ഇത്രേ ഉള്ളൂ. എങ്ങനെ കിട്ടുന്നു കുട്ടികളെ? ഹി ഹാസ് സെഡ് ഹി വിൽ കം. അടുത്ത ചോദ്യം നോക്കിയേ, ഹി ഹാസ് സെഡ് ഹി വിൽ കം. നേരത്തെ വന്ന ചോദ്യം തന്നെയാണ്. എങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാണേ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ഹി നേരത്തെ എഴുതിയ ചോദ്യം, ഹി ഹാസ് സെഡ് ഹി വില്ല് കം. ക്ലിയർ ആയോ? അടുത്ത ചോദ്യം നോക്കിയേ. ഹി വിൽ സേ ഐ ക്യാൻ ഡു ഇറ്റ്. ഹി വിൽ സേ ഐ ക്യാൻ ഡു ഇറ്റ്. നോക്ക്, വിൽ സേ വരുന്ന സെൻസ് ദാറ്റ് ചേർക്കുക, സബ്ജക്റ്റിന് മാറ്റം ഉണ്ടെങ്കിൽ മാറ്റുക, ടെൻസ് മാറ്റാതെ റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? ഹി വിൽ സേ ദാറ്റ്. ഹി വിൽ സേ ദാറ്റ്. ഐ എന്തായിട്ട് മാറും കുട്ടികളെ? ഹി ആയിട്ട് മാറും. ക്യാൻ്റെ പാസ്റ്റ് ഏതാ? കുഡ്. സോറി, ക്യാൻ്റെ പാസ്റ്റ് ആക്കണ്ട. ഹി ക്യാൻ ഡു ഇറ്റ്. ഹി ക്യാൻ ഡു ഇറ്റ്. ഹി ക്യാൻ ഡു ഇറ്റ്. എങ്ങനെ കിട്ടുന്നു? ഹി വിൽ സേ ദാറ്റ് ഹി ക്യാൻ ഡു ഇറ്റ്. കാരണം ക്യാൻ സിംഗുലാറും പ്ലൂറലാണ്, അപ്പോൾ മാറ്റേണ്ട കാര്യമില്ല. അടുത്ത നോക്കിയേ, അടുത്ത ചോദ്യം. ഹി സേസ് ഐ ലൈക്ക് ഐസ്ക്രീം. ഹി സേസ് ഐ ലൈക്ക് ഐസ്ക്രീം. എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ കുട്ടികളെ? നിങ്ങൾ എന്നെ പറഞ്ഞു നോക്ക്. ഹി സേസ് ദാറ്റ്. ഹി സേസ് ദാറ്റ്. ഐ എന്തായിട്ട് മാറും? ഹി ആയിട്ട് മാറും. ലൈക്ക് നോക്കടോ, ലൈക്ക് പ്ലൂറലാണ്. ഐ ഹി ആയപ്പം ലൈക്ക് എഴുതാൻ പറ്റുമോ? ലൈക്കിന്റെ അതേ ടെൻസിലുള്ള വെർബ് ഏതാ എഴുതണം? ലൈക്സ് ആക്കണം. സിമ്പിൾ പ്രസന്റ്, രണ്ടും സിമ്പിൾ പ്രസന്റ് തന്നെ. ലൈക്സ് ഐസ്ക്രീം. ഐസ്ക്രീം അല്ലേ? ഹി സേസ് ദാറ്റ് ഹി ലൈക്സ് ഐസ്ക്രീം. അടുത്ത ചോദ്യം നോക്കിയേ. ദേ ടെല്ല് വി ഗോ ടു മാർക്കറ്റ്. ദേ ടെല്ല് വി ഗോ ടു മാർക്കറ്റ്. എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ കൂട്ടില്ലേ? They tell that. ഇനി വി എന്തായിട്ട് മാറും? ദേക്ക് അനുസരിച്ച് ദേ ആയിട്ട് എഴുതണം. അപ്പൊ ദേ ഗോ. മാറ്റം ഉണ്ടാ കുട്ടികളെ? ഇല്ല, കാരണം പ്ലൂറലാണ്. ഗോ ടു മാർക്കറ്റ്. ഗോ ടു മാർക്കറ്റ്. വളരെ ശ്രദ്ധിച്ചോണേ. ദേ ഗോ ടു മാർക്കറ്റ്. ക്ലിയർ ആണോ കുട്ടികളെ? ദേ ഗോ ടു മാർക്കറ്റ്. അപ്പൊ നമ്മള് എങ്ങനെ കിട്ടി? ദേ ടെൽ ദാറ്റ് ദേ ഗോ ടു മാർക്കറ്റ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ റൂൾ ഏതായിരുന്നു? സ്റ്റേറ്റ്മെന്റിൽ ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളില് സേ അല്ലെങ്കിൽ സെയ്സ്, ടെൽ അല്ലെങ്കിൽ ടെൽസ്, ഹാസ് സെഡ് അല്ലെങ്കിൽ ഹാവ് സെഡ്, വിൽ സേ അല്ലെങ്കിൽ ഷാൾ സേ വരുന്ന സെന്റൻസുകളാണെങ്കിൽ ദാറ്റ് ചേർത്ത് സബ്ജക്റ്റിന് മാറ്റമുണ്ടെങ്കിൽ മാറ്റുക, ടെൻസ് മാറ്റണ്ട. ഇപ്പൊ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പ്രസന്റ് തന്നെ ആയിരിക്കും. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് തന്നെ എഴുതിയാൽ മതി. ടെൻസ് മാറ്റാതെ റിപ്പോർട്ട് ചെയ്യുക. സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് വെർബുകൾക്ക് വരുന്ന ചെറിയ അതേ ടെൻസിൽ വരുന്ന മാറ്റങ്ങളൊന്നും ശ്രദ്ധിച്ചോണം. അതാണ് നമ്മൾ നോക്കേണ്ടത്. അതാണ് ലൈക്സ് ആവുന്ന അത്തരം കാര്യങ്ങൾ. സബ്ജക്റ്റ് ഐ ആയിരുന്നപ്പം ലൈക്ക് ആയിരുന്നു, ഐ മാറി ഹി ആയപ്പം ലൈക്സ് ആയി. പക്ഷെ രണ്ടും V1ഉം എസ്സിൽ അവസാനിക്കുന്ന വെറും സിമ്പിൾ പ്രസന്റ് ആണ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകളുടെ റിപ്പോർട്ടിംഗ് ആണ് നമ്മൾ പഠിച്ചു തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമാണ് റിപ്പോർട്ടിങ്. എന്നോടൊപ്പം നോക്കി വന്നോ. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു റിപ്പോർട്ടിംഗ് ഒന്ന് ജസ്റ്റ് ബുക്കൊക്കെ ഒന്ന് മടക്കി വെച്ചേ. എല്ലാവരും ബുക്കൊന്ന് മടക്കി വെച്ചേ. എന്നിട്ട് എന്നോടൊപ്പം ഒന്ന് പറഞ്ഞേ. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ടേബിളാണ്. ഈ ടേബിൾ വെച്ചിട്ട് തന്നെയാണ് ഇനി ബാലൻസ് വയ്ക്കുന്ന ടൈപ്പുകളും കൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ. ടൈപ്പ് അല്ലെ റിപ്പോർട്ടിംഗ് റൂളാണ് പറഞ്ഞത്. ഈസ് ആമോ നീ എന്താക്കാൻ പറഞ്ഞു കൂട്ടില്ല? ഉറച്ചു പറഞ്ഞോ. വാസ് ആറാണെങ്കിൽ വേറ്, ഹാസ് ഹാവ് ആണെങ്കിലോ ഹാഡ് ആണെങ്കിൽ ഹാഡ് തന്നെ, വില്ലാണെങ്കിലോ വുഡ്, ഷാൾ ആണെങ്കിലോ ഷുഡ്, ക്യാൻ ആണെങ്കിൽ കുഡ്, വിൽ ആണെങ്കിൽ വുഡ്, ക്യാൻ ആണെങ്കിൽ കുഡ്, വിൽ ആണെങ്കിൽ വുഡ്, ക്യാൻ 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 ആണെങ്കിൽ വുഡ്, ക്യാ
മേ, മൈറ്റ്, മസ്റ്റ്, യൂസ്ഡ് ടു. മസ്റ്റ് ആണെങ്കിൽ ഹാഡ് ടു ആക്കാൻ പറഞ്ഞു. വാസ് ഓർ വെയർ ആണെങ്കിലോ ഹാഡ് ബീൻ ആക്കാൻ പറഞ്ഞു. V1 എസ്സിൽ അവസാനിക്കുന്ന വെർബ് വന്നാലോ ഔട്ടുകളെ, അല്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡെസ് വന്നാൽ V2 ആക്കാം. V2 അല്ലെങ്കിൽ ഡിഡ് ആണെങ്കിൽ ഹാഡ് പ്ലസ് V3 ആക്കാം. ദിസ് ആണെങ്കിൽ ദാറ്റ്, ദീസ് ആണെങ്കിൽ ദോസ്, ടുഡേ ആണെങ്കിൽ ദാറ്റ് ഡേ, ടുമോറോ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ, യെസ്റ്റർഡേ ആണെങ്കിൽ ദ പ്രീവിയസ് ഡേ ആക്കാൻ പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മളൊന്ന് പഠിച്ചത്. ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിൽ നൗൺ അല്ലെങ്കിൽ പ്രോനൗണിൽ തുടങ്ങുന്ന സെന്റൻസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സെഡ് വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ചേർക്കുക. സെഡ് ടു വന്നു കഴിഞ്ഞാൽ എന്താക്കാൻ പറഞ്ഞു, ടോൾഡ് ആക്കി മാറ്റി ദാറ്റ് ചേർക്കുക. ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിൽ സബ്ജക്റ്റ് ആയിട്ട് I, V ആണ് വരുന്നെങ്കിൽ സെഡിന്റെ മുന്നിലെ സബ്ജക്റ്റ് ആക്കുക. യു ആണ് വരുന്നതെങ്കിൽ സെഡ് ടുവിന് ശേഷം വരുന്ന സബ്ജക്റ്റിനനുസരിച്ച് മാറ്റുക. അതൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ യുവിന്റെ സ്ഥാനത്ത് അതിന്റെ സബ്ജക്റ്റ് രൂപം എഴുതണം. ഹീ ഷീറ്റ് ഇതാണെങ്കിൽ മാറ്റില്ല. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് റിപ്പോർട്ടിംഗ് റൂൾ പാലിക്കുക. ഇനി രണ്ടാമത്തെ ടൈപ്പ് ആണെങ്കിലോ ഡബിൾ ഇൻവേർട്ടർ കോമയ്ക്കുള്ളിൽ നാച്ചുറൽ ട്രൂത്ത്, പ്രോവർബ്, കോട്ട്സ്, സയന്റിഫിക്കലി പ്രൂവ്ഡ് തിങ്സ്, ഇങ്ങനെയുള്ള മാറ്റമില്ലാത്ത, ഒരിക്കലും മാറ്റമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നതെങ്കിൽ ദാറ്റ് ചേർത്ത് ആ സെന്റൻസ് ഒരു മാറ്റമില്ലാതെ എടുത്തെഴുതുക. ഇനി സെഡിന് പകരം സേ അല്ലെങ്കിൽ സേസ്, ടെൽ അല്ലെങ്കിൽ ടെൽസ്, ഹാസ് സെഡ് അല്ലെങ്കിൽ വിൽ സേ, അല്ലെങ്കിൽ ഹാവ് സെഡ് അല്ലെങ്കിൽ ഷാൾ സേ ഒക്കെ വരുന്ന സെന്റൻസ് ആണെങ്കിൽ ദാറ്റ് ചേർത്ത് എന്ത് മാറ്റണം കൂട്ടില്ല, ദാറ്റ് ചേർത്ത് സബ്ജക്റ്റിന് മാറ്റം വരുത്തി ടെൻസ് മാറ്റാതെ, അതായത് റിപ്പോർട്ടിംഗ് റൂൾ പാലിക്കാതെ റിപ്പോർട്ട് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഇന്ന് തന്നെ ഒരു തവണയും കൂടെ നോക്കണം. ഓക്കെ, ഇന്നും നാളെ ആയിട്ട് ഒരു തവണയും കൂടെ നോക്കണം. അടുത്ത ക്ലാസ് നമ്മൾ ഇൻട്രോഗേറ്റീവ് ആണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളിത് പച്ചവെള്ളം പോലെ ആക്കിയിരുന്നാലേ ഇൻട്രോഗേറ്റീവ് വളരെ പെട്ടെന്ന് തരൂ. ഇനി ഇൻട്രോഗേറ്റീവ് വേറെ ഒന്നുമില്ല, ഇത് ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ വേർഡ് എടുത്ത് എഴുതുക. നമ്മൾ റിപ്പോർട്ടിംഗ് റൂൾ പാലിക്കുക, സബ്ജക്റ്റ് മാറ്റുക. ഈ സാധനമാണ് പറയുന്നത്. ആസ്ക്ഡ് ഉപയോഗിക്കുക. അവിടെ ആസ്ക്ഡ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് എക്സ്ക്ലമേറ്ററിയും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് ബാക്കി എല്ലാം പോകുന്നത്. ഇത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, താങ്ക് യു.